അഭിമന്യ പിതാവേ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ സ്നേഹമുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റർ ക്രിസ്റ്റബൽ, സിസ്റ്റർ, ബഹുമാനപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ദൈവനാമത്തിൽ ഞാൻ സ്തുതി അർപ്പിക്കുന്നു. എന്നെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. അഭിമന്യ ചക്കാൽക്കൽ പിതാവിന് എന്നെയും എൻ്റെ കുടുംബത്തെയും വളരെ വ്യക്തമായിട്ട് പരിചയമുണ്ട്. എൻ്റെ മക്കളെ എല്ലാം പിതാവ് പേര് ചൊല്ലി വിളിക്കാറുണ്ട്. ഞാനിപ്പോഴേ സംസാരിക്കുന്നത് എൻ്റെ ക്ലിനിക്കിൽ ഇരുന്നിട്ടാണ്. ക്ലിനിക്കിൽ ഞാൻ 1 മണിക്കൂർ അവധി കൊടുത്തു, സമയം ഓഫ് കൊടുത്തിട്ട് സംസാരിക്കുകയാണ്. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ ഈ സമയം സാധാരണ ഞാൻ ആർക്കും കൊടുക്കുന്നതല്ല. പക്ഷേ സിസ്റ്റർ എന്നെ വിളിച്ചപ്പോൾ ഇങ്ങനെ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വിഷയം എന്ത് വന്നാലും ക്ലിനിക്ക് 1 മണിക്കൂർ ഓഫ് കൊടുത്തിട്ട് തീർച്ചയായിട്ടും സംസാരിക്കാമെന്ന് വാക്ക് കൊടുത്തായിരുന്നു. അപ്പോൾ നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് വിഷയത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. പ്രോ ലൈഫ് മേഖലയിൽ ഞാൻ പ്രോ ലൈഫ് മേഖല ഒത്തിരി ക്ലാസ് എടുത്തിട്ടുള്ള വ്യക്തി. പക്ഷേ ഇപ്പോൾ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വേറൊരു പ്രധാനപ്പെട്ട മേഖല, പ്രോ ലൈഫ് എന്ന ആ ഒരു മേഖലയിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് നമ്മൾ പ്രോ ഫാമിലി, കുടുംബം എന്നുള്ള ആ ഒരു വലിയ കാഴ്ചപ്പാട് അതിൻ്റെ വ്യക്തമായ അർത്ഥത്തിൽ മനസ്സിലാക്കി ജീവിച്ചാൽ മാത്രമേ പ്രോ ലൈഫ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. അപ്പം നാളെ നിങ്ങൾ കേൾക്കാൻ വന്ന ടോക്കൊക്കെ ഡോക്ടർ ഫിൻഡോയും ഒക്കെ എടുക്കുന്ന ജീവന്റെ സുവിശേഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളാണ്. പക്ഷെ ആ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നാം ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖലയുണ്ട്. പ്രോ ഫാമിലിക്ക് മാത്രമേ പ്രോ ലൈഫ് ആകാൻ പറ്റൂ. അപ്പം കുടുംബം അതുകൊണ്ടാണ് പരിശുദ്ധ കത്തോലിക്ക തിരുസഭയുടെ എല്ലാ പ്രബോധനങ്ങളിലും കുടുംബത്തിന്റെ മഹാത്മ്യത്തെ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. കുടുംബം ഒരു കൂട്ടായ്മ, കുടുംബം ഒരു സ്നേഹ സമൂഹം, അതുപോലെ ഇതിലെല്ലാം കുടുംബം വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടാതെ വിശുദ്ധിയുള്ള മാതാപിതാക്കൾ ഉണ്ടാവില്ല. വിശുദ്ധിയുള്ള മാതാപിതാക്കളിൽ നിന്ന് മാത്രമേ വിശുദ്ധിയുള്ള മക്കൾ ജനിക്കൂ. അപ്പോൾ എങ്ങനെയാണ് മാതാപിതാക്കന്മാർക്ക് തദ്വാര കുടുംബത്തിന് വിശുദ്ധിയുടെ മേഖലയിലേക്ക് നമുക്ക് ചരിക്കാൻ പറ്റും? അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം ഈ കതിരിന്മേൽ കൊണ്ടേ വളം വെക്കുക എന്നൊക്കെ കേട്ടില്ല. അതിന് മുമ്പ് വേര് നന്നാക്കി വേരിലൂടെ വലിച്ചെടുക്കപ്പെടുന്നത് ഏറ്റവും മഹത്തരമായതാണെങ്കിൽ ഈ കതിരിനെ ഓർത്ത് നമുക്ക് പരിതപിക്കേണ്ടി വരില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ആ മേഖലയിലേക്ക് കാലൂന്നതാണ്. ഈ വിഷയം വളരെ തുറന്ന് സംസാരിക്കുന്ന ഒരു മേഖലയാണ്. അപ്പം എല്ലാവരും വിവാഹിതരും അല്ലെങ്കിൽ അതിനെപ്പറ്റി വിവാഹ ജീവിതത്തെപ്പറ്റി അറിയാവുന്ന ആൾക്കാരൊക്കെ ആയതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു നെറ്റി ചുളിക്കാൻ തോന്നും നിങ്ങൾക്ക്. പക്ഷെ ഇവിടെ ചില കാര്യങ്ങൾ, പച്ചയായ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോയില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കുടുംബങ്ങളും കേൾക്കുക. നമ്മുടെ വിശുദ്ധീകരണത്തിന്, ശരീരത്തിൻ്റെ വിശുദ്ധീകരണത്തിലൂടെ ആത്മാവ് വിശുദ്ധീകരിക്കപ്പെടാൻ പറ്റും. അപ്പം ശാരീരികമായ ശുദ്ധി, കിടപ്പറയുടെ പരിശുദ്ധി കുടുംബജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നമുക്ക് എങ്ങനെ നടപ്പിലാക്കിയെടുക്കാം, ആ വിഷയത്തെ ഹൈലൈറ്റ് ചെയ്യാൻ ഞാൻ കുറച്ച് സ്ലൈഡ്സ് ഒന്ന് ഷെയർ ചെയ്യണം. അത് വെച്ചാൽ എനിക്ക് വളരെ എളുപ്പമുണ്ട്, നമുക്ക് ഒത്തിരി വിശദീകരിക്കാൻ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. ആദ്യം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ദിസ് വൺ ഒരു നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ 1-2 ചെറിയ സ്ലൈഡ്സ് മാത്രം ഒന്ന് കാണിച്ച് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്താനായിട്ടാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നമുക്ക് മനുഷ്യനെ ദൈവം ഏൽപ്പിച്ച ലൈംഗിക അവയവങ്ങളുടെ പ്രൈമറി ഫങ്ഷൻ എന്താണ്? ഇവിടെ ഇംഗ്ലീഷിലാണ് പ്രസന്റേഷൻ, ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. ഇവിടെ എഴുതിയിരിക്കുന്നു, ഗൊണാഡ്സ് ദ പ്രൈമറി സെക്സ് ഓർഗൻ. ഗൊണാഡ് എന്ന് വെച്ചാൽ ഒരു പുരുഷന്റെ ശരീരത്തിലെ വൃഷണവും സ്ത്രീ ശരീരത്തിലെ അണ്ഡാശയവുമാണ് ഗൊണാഡ് എന്ന് പറയുന്നത്. അത് എന്താണ് അതിന്റെ ഫങ്ഷൻ? ഗൊണാഡ്സ് പ്രൊഡ്യൂസ് ഗാമീറ്റ്, സെക്സ് സെൽസ് ആൻഡ് സെക്രീറ്റ് ഹോർമോൺ. ഗാമീറ്റ് എന്ന് വെച്ചാൽ വിത്തുകോശങ്ങളാണ്. ഒരു പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവുമാണ് അവരുടെ വിത്തുകോശങ്ങൾ. അതോടൊപ്പം തന്നെ അവരുടെ സെക്ഷുവൽ ലൈംഗിക ഹോർമോണിനെയും ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ ഇതെന്തിനാണ് ഈ വിത്തും ഹോർമോണും? ഇതൊരു വലിയ വിഷയമാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഭയാനകമായ വലിയ ആഴമേറിയ അർത്ഥങ്ങളുള്ള ഒരു വിഷയമാണ്. എന്തിനാണ് സ്ക്രീൻ ഷെയർ വന്നില്ല? സോറി ഒരു സെക്കൻഡ്. ഓക്കെ ഒരു സെക്കൻഡ് ഇപ്പൊ ചെയ്യാം. സോറി ഓക്കെ, ഇപ്പൊ വരൂ. ഇപ്പൊ വന്നില്ലേ? ഇപ്പൊ സ്ക്രീൻ ഷെയർ വന്നോ? വന്നല്ലോ. ഓക്കെ സോറി ഫോർ പറഞ്ഞതിന് ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പൊ പുരുഷന്റെ വൃഷണങ്ങളും സ്ത്രീയുടെ അണ്ഡാശയങ്ങളുമാണ് പ്രൈമറി സെക്സ് ഓർഗൻസ്. അവയുടെ ലക്ഷ്യമാണ് അണ്ഡബീജങ്ങളെ ഉൽപ്പാദിപ്പിക്കുക, ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുക. ഞാൻ ഇതിന്റെ ആഴങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലുക. എന്തിനാണ് ദൈവം മനുഷ്യന് ലൈംഗികത കൊടുത്തത്? ഇതൊരു ഫണ്ടമെന്റൽ ക്വസ്റ്റ്യനാണ്. ഇതിന്റെ ഉത്തരം കൃത്യമായിട്ട് കണ്ടെത്തി നമ്മുടെ വ്യഭിചാരം എന്ന പാപവും 9-ാം പ്രമാണം പാപവും എല്ലാം പമ്പ കിടക്കും.
ലൈംഗികതയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തിരിച്ചറിയാതെ പോയതുകൊണ്ടാണ്. എന്തിനാണ് ആണ് പെണ്ണിനെ ആകർഷിക്കുന്നത്? എന്തിനാണ് സ്ത്രീ പുരുഷനോട് ആകർഷണം തോന്നുന്നത്? ഇതാരാണ് ഈ ആകർഷണം കൊടുത്തത്? ഇറ്റ്സ് ഗോഡ്, ദൈവം. സൃഷ്ടിച്ച ദൈവമാണ് ഈ ആകർഷണം കൊടുത്തത്. അതൊരു നിശ്ചിത സമയമാകുമ്പോൾ. അപ്പൊ ആണ് പെണ്ണിനോട് ആകർഷിക്കുക എന്നുള്ളത് ആണിന്റെ കുറ്റമല്ല, പെണ്ണിന്റെ കുറ്റമല്ല. പെണ്ണാണിനെ ആകർഷിക്കാൻ ഇത് കൊടുത്തത് സർവശക്തനായ ദൈവമാണ്. അവിടുന്ന് ആദാമിനെ സൃഷ്ടിച്ചിട്ട് ആദാമിന് തുണയായിട്ട് ഹവ്വായെ നൽകിയപ്പോഴും ആ ഹവ്വ എങ്ങനെയുണ്ടെന്നൊരു അഭിപ്രായം ആദ്യത്തെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. കൊള്ളാം, എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും എന്ന് പറയുമ്പോൾ ഒന്ന് ഓർക്കണം, അതിന് മുമ്പൊരു അധ്യായം ഉണ്ടായിരുന്നു. അവിടെ ഈ ആ അധ്യായത്തിൽ തന്നെ ഒന്നാം അധ്യായം 2-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് ദൈവമായ കർത്താവ് താൻ സൃഷ്ടിച്ച മുഴുവൻ ജീവജാലങ്ങളെയും പർദീസായിലുള്ള മുഴുവനെയും ആദത്തിന് കാണിച്ചു കൊടുത്തു. പക്ഷെ അവിടെ ഒരു വചനം ഇങ്ങനെ പറയുന്നു, എന്നാലും അവൻ അവയിലൊന്നിലും അവൻ തനിക്ക് ഇണങ്ങിയ ഇണയെ കണ്ടില്ല. നോക്കണം, ആ വാക്കിന്റെ അർത്ഥം തനിക്ക് ചേർന്ന ഇണ. തനിക്ക് ചേരാത്തതായ ഇണയൊക്കെ ഇണയായിരിക്കാം. പട്ടിയെ കൂട്ടുകൊണ്ട് കിടക്കാം, പൂച്ചേനെ കൂട്ടുകൊണ്ട് കിടക്കാം, പശുവിനെ ആടിനെയൊക്കെ കൂട്ടായിട്ട് കൊണ്ടുവരും. പക്ഷെ ചേർന്ന ഇണയല്ല. ഈ തനിക്ക് ചേർന്ന ഇണ അവൻ കാണാത്തത് കൊണ്ടാണ് ദൈവം അവനിൽ നിന്ന് തന്നെ, അവന് ചേരണമെങ്കിൽ എന്ത് ചെയ്യണം? അവനിൽ നിന്ന് തന്നെ ഊരിയെടുക്കണം. മറ്റേതൊക്കെ വേറെയാണ്. ദൈവമായ കർത്താവ് മണ്ണുകൊണ്ടാണ് ഭൂമിയിലെ സകല എല്ലാത്തിനെയും സൃഷ്ടിക്കുകയാണ്. ആദാമിനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ്. പക്ഷെ ഹവ്വ മണ്ണിൽ നിന്നല്ല എടുക്കപ്പെട്ടത്, അവനിൽ നിന്നാണ്. അവന് കൂട്ടായിട്ട് അവനിൽ നിന്ന് തന്നെ എടുത്തു, മണ്ണിൽ നിന്നല്ല എടുത്തത്. അത് വലിയ അർത്ഥമുള്ള, വലിയ ആന്തരിക അർത്ഥമുള്ള വിഷയമാണ്. നമുക്ക് ഇതിന്റെ ഈ സൂമിന്റെ 1 മണിക്കൂർ പരിമിതിക്കുള്ളിൽ നിന്നും എനിക്കിത് പറയാൻ പറ്റത്തില്ല. പക്ഷെ ചിന്തിച്ചു നോക്കും, നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് ഞാൻ വിഷയം തരികയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അവനിൽ നിന്ന് അവനെല്ലാം ആദം പേര് ചൊല്ലി വിളിച്ചു. പട്ടിക്ക് പട്ടി, പൂച്ചയ്ക്ക് പൂച്ചയൊക്കെ വിളിച്ചിട്ടും എന്നാൽ അവയിലൊന്നിലും അവൻ തനിക്ക് ചേർന്ന ഇണയെ കണ്ട. അപ്പോഴാണ് ദൈവം ആദാമിനെ നിദ്രയിലാഴ്ത്തിയിട്ട് അവന്റെ എല്ലൂരിയെടുത്ത്, ഇനി നീ ഇത് ചേരിയേലെന്ന് പറയരുത്, നിന്റേതാണ്, നിന്റെ ശരീരത്തിൻ്റെതാണ്. നിനക്ക് എങ്ങനെ ചേരില്ല എന്ന് പറയാൻ പറ്റും? എന്റേതല്ലെന്ന് നിനക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് യുവേഴ്സ്. നീ അവൻ്റേതും അവൾ നിന്റേതും. അങ്ങനെ അപ്പോഴും ഈ ചേർച്ച വാരിയില്ല. ഇതൊക്കെ വളരെയധികം അർത്ഥങ്ങളുള്ള പദപ്രയോഗങ്ങളാണ്. എനിവേ, അപ്പൊ അങ്ങനെ ഊരിയെടുത്തുണ്ടാക്കി അവൻ ആദം പറഞ്ഞൊരു വാക്കുണ്ട്. ഹവ്വയെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ കാണിച്ച പോലെ ദൈവം ഈ ഹവ്വയെയും കാണിച്ചു. ആദത്തെ നിദ്രയിൽ നിന്ന് ഉണർത്തി എന്നാ വചനം പറയുന്നത്. നിദ്രയിൽ ഉണർത്തി നോക്കുമ്പോൾ അവൻ കാണുകയാണ് ഹവ്വ ഇങ്ങനെ നിൽക്കുന്നു. അവൻ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു, എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും. നോക്കണം, അവിടെയാണ് തിരിച്ചറിവ് ഉണ്ടായത്. സ്വന്തം അസ്ഥിയാണെന്ന് ആദത്തിന് തിരിച്ചറിവുണ്ടായി. അവിടെ കൂട്ടായി. ഇനി നമുക്ക് പർദീസായിൽ നടന്നു. ഈ ആദം ഹവ്വയെ ആകർഷിക്കുന്നുണ്ട്, ഹവ്വ ആദത്തിനെയും ആകർഷിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇവിടെ അവർ ആ പ്രഥമ വരപ്രസാദത്തിന്റെ ഇനിഷ്യൽ ഗ്രേസിന്റെ പരിശുദ്ധിയിലായിരുന്നത് കൊണ്ട് പുരുഷനും അവന്റെ ഭാര്യയും നഗ്നരായിരുന്നു. എങ്കിലും അവരിരുവർക്കും ലജ്ജ തോന്നിയില്ല. വൈ? ലജ്ജ തോന്നിയില്ലെന്നാണ് പറയുന്നത്, നഗ്നരായിട്ടും. കാരണം അവർ കൃപയിലായിരുന്നു. ഈ കൃപ നഷ്ടപ്പെട്ടപ്പോഴല്ലേ ലജ്ജ തോന്നിയത്. അതെപ്പോഴാണ് കൃപ നഷ്ടപ്പെട്ടത്? സർപ്പത്തിന്റെ വാക്ക് കേട്ടു. ആദിയിലെ നുണയനും നുണയുടെ പിതാവുമായ പുരാതന സർപ്പം ഇവരുടെ പുറകെ കൂടി. എൻ്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ ചെവി തുറന്ന് കേട്ടോ, ഈ സർപ്പം ഇന്നും നിങ്ങളുടെ കിടപ്പറയിലുണ്ട്. എൻ്റെ മുഖത്ത് കുറച്ച് ലൈറ്റ് കുറവുള്ളത് കൊണ്ട് ഞാനൊരു ലൈറ്റിലേക്ക് ഒന്ന് ഫേസ് ചെയ്യാൻ ക്ഷമിക്കണേ. അപ്പം ഞാൻ എൻ്റെ ക്ലിനിക്കിനുള്ളിൽ നിന്നാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് ഓക്കെ. അപ്പോൾ സർപ്പം, ഈ പുരാതന സർപ്പം അന്നും ഇന്നും നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ കിടപ്പറയിൽ ഇവനുണ്ട്. ഈ സാധനം ആദത്തെ ഹവ്വായെയും നശിപ്പിച്ച അതേ പുരാതന സർപ്പം നമ്മുടെ കിടപ്പറയിൽ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് എന്ന് നിങ്ങൾക്ക് വരുന്നു, അന്ന് നമ്മൾ കരുതലോടിരിക്കും. കള്ളൻ വരുമ്പം ജാഗരൂകരായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ആ ജാഗ്രത, അതാ നമുക്ക് വേണ്ടത്. കിടപ്പറ ജാഗ്രത, നിതാന്ത ജാഗ്രത. ആദത്തിന് ഹവ്വായ്ക്ക് സംഭവിച്ച് ഞാൻ വെറുതെ പറഞ്ഞ് സമയം കളയുന്നില്ല. എന്തായാലും സർപ്പം ആദ്യം പുറകെ കൂടിയത് ഹവ്വയുടെയാണ്. ഹവ്വ പിടികൊടുത്തു പോയി, പെട്ടുപോയി. കാരണം അത്ര വലിയ പ്രലോഭനമാണ്. ഈ പ്രലോഭനത്തിലല്ലേ നമ്മുടെ മക്കൾ വീണു പോകുന്നത്. പിഞ്ചു മക്കൾ 14, 15, 16 വയസ്സുള്ള പെൺമക്കളൊക്കെ ഒരു ഫേസ്ബുക്ക് കോളിൽ ടക്ക് 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 പോവുകയാണ്, ഓടുകയാണ് അങ്ങോട്ട്. വിളിക്കുന്നവൻ 65, 70 വയസ്സുള്ള തൈക്കളവനായിരിക്കാം. പക്ഷെ അതാണ് ഈ മനുഷ്യന് ഈ ഒരു മേഖലയിൽ വീഴുന്നതിന് യാതൊരു കണക്കുമില്ല. കാരണം ഈ പുരാതന സർപ്പത്തിന്റെ തന്ത്രങ്ങൾ അതിഭയാനകമാണ്. ആ തന്ത്രത്തിൽ അവർ വീണു. അതിന്റെ പിന്തുടർച്ച എന്നോണം പുതിയ പുതിയ ഹവ്വമാരും ആദങ്ങളും വീണുകൊണ്ടിരിക്കുക. എന്തുമാത്രം ഓരോ ദിനവും വീഴുന്നു. പ്രേമക്കുടുക്ക് വേറൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ ഹവ്വ വീണു, ഹവ്വ ആദത്തെയും വീഴ്ത്തി. ഹവ്വ വഴിയാണ് ആദവും വീണത്. കാരണം അവള് തിന്നു, അവളത് കുഴപ്പമൊന്നും കണ്ടില്ല, അവളെടുത്ത് അവനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു, തങ്ങൾ നഗ്നരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു.
അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി ധരിച്ചു. നോക്കണേ, ആദവും ഹവ്വായും എപ്പോഴാ വസ്ത്രം ധരിച്ചത്? നാണം തോന്നിയപ്പോഴും. എപ്പോഴാ നാണം തോന്നിയത്? പാപം ചെയ്തപ്പോഴും. പാപം ലജ്ജാകരമാണ്, ലജ്ജയിലേക്ക് നയിക്കുന്നു. അങ്ങനെ അവർ അത്തിയില കൂട്ടിത്തുന്നി അരക്കച്ച ഉണ്ടാക്കി ധരിച്ചു. ഉടനെ ഇരുവരുടെ പാപം ചെയ്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. അവരുടെ കണ്ണു തുറന്നപ്പോഴാണ് തങ്ങൾ നഗ്നരാണെന്ന് അവർക്ക് മനസ്സിലായി. അവർ വസ്ത്രം ധരിച്ചു. എന്നിട്ട് ദൈവത്തിന്റെ ശബ്ദം കാലച്ച് കേൾക്കുമ്പോൾ ഇവർ ഒളിച്ചിരിക്കുകയാണ് പർദീസയിൽ. അങ്ങനെ ഒളിച്ചിരിക്കുന്നവരെ തേടി ദൈവം വരികയാണ്. എൻ്റെ മക്കൾ എവിടെ പോയി? പാപം ചെയ്ത് എൻ്റെ മക്കൾ എവിടെ പോയി? ആ ദൈവം തേടി വരുമ്പോഴും ഇവർക്ക് ദൈവത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റുന്നില്ല. കാരണം പാപം നമുക്ക് ഭയങ്കരമായ ഭയം ജനിപ്പിക്കും. അങ്ങനെ അവർ ഒളിച്ചിരുന്നു. ദൈവം വിളിച്ചു പുറത്തു കൊണ്ടുവന്നു രണ്ടിനെ. എന്താ പറ്റിയത്? എന്താണ് നിങ്ങൾ നഗ്നരാണെന്ന് പറയാൻ കാരണം? പാപം ചെയ്തു. എന്തായാലും ആദത്തോടാണ് ആദ്യം ചോദിച്ചത്, നീ എന്താണ് ഈ ചെയ്തത്? ആദത്തോട് നീ തിന്നരുതെന്ന് നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം നീ ഭക്ഷിച്ചോ? ആദം ഹവ്വയുടെ നേരെ വിരൽ ചൂണ്ടി. നമ്മളെല്ലാ വീടുകളിലും കാണുന്ന കുറ്റം ചെയ്താൽ സ്വയം ഏറ്റെടുക്കത്തില്ല, അത് അടുത്ത ആളുടെ മേർക്ക് ചാർത്തി കൊടുക്കും. അങ്ങനെ ഹവ്വയുടെ നേർക്ക് ചാർത്തി കൊടുത്തു. ഹവ്വയെ വിളിച്ചു. ഹവ്വ സത്യം പറഞ്ഞു. ഹവ്വ ആരുടെ മേലെ ചാർത്തിയില്ല, സത്യം പറഞ്ഞു. ആ പാമ്പ് എനിക്ക് തന്നിട്ടാണ് ഞാൻ തിന്നതെന്നല്ല അവൾ പറഞ്ഞ, മറിച്ച് സർപ്പം എന്നെ വഞ്ചിച്ചു. പ്രിയപ്പെട്ടവരെ, മറക്കരുത്, സർപ്പം എന്നെ വഞ്ചിച്ചു. സോറി, സ്ക്രീൻ ഷെയറിങ് പോയിട്ടുണ്ടോ, ഒന്ന് എടുക്കാം. അപ്പം സർപ്പത്തിന്റെ ഈ വഞ്ചന അന്നും നടന്നുകൊണ്ടേയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. അപ്പൊ ഈ സർപ്പത്തിന്റെ ഈ വഞ്ചനയെ പെട്ടുപോകുന്നവരാണ് നമ്മുടെ പിള്ളേർ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ലൈംഗികതയെ പറ്റിയാണ് പറഞ്ഞു വന്നത്. നമുക്ക് ഈ ലൈംഗികതയുടെ ജസ്റ്റ് പടങ്ങളൊന്ന് കാണിക്കാം, നിങ്ങളെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പുരുഷന്റെ പ്രത്യുൽപാദന മേഖലയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പുരുഷന്റെ പ്രത്യുൽപാദന മേഖല കാണിച്ചിട്ടുണ്ട് ഇവിടെ. നിങ്ങളെ നോക്കിക്കേ, പുരുഷന്റെ ബാഹ്യ ജനനേന്ദ്രിയമുണ്ട്, ശരീരത്തിന്റെ ഉള്ളിലുള്ള ആന്തരഭാഗത്തുമുണ്ട്. ഇതാണ് ബാഹ്യ ജനനേന്ദ്രിയം. അവിടെ ലിംഗം, വൃഷണം രണ്ട് സംഗതി കാണിച്ചിട്ടുണ്ട്. ശരീരത്തിന്റെ ഉൾഭാഗത്ത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, ശുക്രാശയം, ബൾബോ യൂറിത്രൽ ഗ്രന്ഥി. ഇത്രയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കുന്നില്ല, വളരെ കുറച്ച് കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. എന്തിനാണ് ഈ ലൈംഗിക അവയവങ്ങൾ ഇങ്ങനെ പുരുഷന് ഈ ഷേപ്പിലും സ്ത്രീക്ക് മറ്റൊരു ഷേപ്പിലുമാണ് കൊടുത്തിരിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്? ചിന്തിച്ചു നോക്കണം. വൃഷണം എന്തിനാണെന്ന് ഞാൻ പറയാതെ അത്യാവശ്യം എല്ലാവർക്കും അറിയാം. വൃഷണത്തിലാണ് പുരുഷന്റെ ബീജം ഉണ്ടാവുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. പുരുഷന്റെ ബീജം മാത്രമല്ല വൃഷണത്തിലുണ്ടാവുന്നത്, അവന്റെ ഹോർമോൺ ഉണ്ട്. ഈ പുരുഷന് ഒരു സ്ത്രീയെ കാണുമ്പോൾ അത് സ്ത്രീയാണ് എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റെറോൺ എന്ന പുരുഷ ഹോർമോൺ. ആ പുരുഷ ഹോർമോൺ അവനുള്ളത് കൊണ്ടാണ് അവൻ ഈ സ്ത്രീയെ കാണുമ്പോൾ നോക്കുന്നത്. പ്രിയ പെൺമക്കളെ, സ്ത്രീകളെ, ഇവിടെ കൂടിയിരിക്കുന്നവരോട് ഞാൻ ചില കാര്യം തുറന്നു പറയാം. നിങ്ങൾ അല്പസ്വല്പമൊക്കെ ചിലർ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ചില നിഷ്ഠകളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ധരിക്കും, അത് ഞങ്ങളുടെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ആ ധരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങളിലേക്കൊക്കെ നോക്കാനുള്ള ഒരു പ്രവണത ഈ പുരുഷന്മാർക്കുള്ളത്, അത് അവന്റെ തലച്ചോറിന്റെ കുഴപ്പമല്ല, അവന്റെ ഈ വൃഷണം ഉൽപ്പാദിപ്പിച്ചു വിടുന്ന ഹോർമോൺ ഉണ്ടല്ലോ, ഇതിന്റെ കുഴപ്പമാണ്. അപ്പം അത് പുരുഷന്മാരുടെ സൂക്കേടാണ്. അവന് സൂക്കേട് കൂടിയിട്ടാണ് അവൻ ഞങ്ങളുടെ വേണ്ടാത്ത സ്ഥലത്തോട്ടൊക്കെ ആവശ്യമില്ലാണ്ട് നോക്കുന്നത് എന്ന് പറയുന്ന എൻ്റെ സ്ത്രീജനങ്ങൾ ഒരു കാര്യം കേൾക്കാൻ. നിങ്ങൾ ദൈവപിതാവിന്റെ മുഖത്തിനിട്ട് അടിക്കുക ചെയ്യുന്നത്. സ്വർഗത്തിലിരിക്കുന്ന ഈ വൃഷണമടക്കമുള്ള ലിംഗമടക്കമുള്ള അവയവം സൃഷ്ടിച്ച് ആ വൃഷണത്തിൽ ആണിന് പെണ്ണിനോട് ആകർഷണം തോന്നാൻ വേണ്ട ഹോർമോൺ നിക്ഷേപിച്ചവനായ സ്വർഗസ്ഥനായ നമ്മുടെ അപ്പച്ചന്റെ മുഖത്തിനിട്ട് കാർക്കിച്ചു തുപ്പുകയാണ് നിങ്ങൾ. പിന്നെ അല്ലാണ്ട് എന്താ പറയണ്ടേ? പുരുഷന്റെ കുഴപ്പമാണ്. പുരുഷന്റെ ശരീരത്തിൽ സ്ത്രീയോട് ആകർഷണം തോന്നാൻ ഹോർമോൺ നൽകിയവനായ സർവശക്തനായ ദൈവത്തോടുള്ള അനാദരവാണ് ഈ ഒറ്റ വാക്കിലൂടെ നമ്മൾ കാണിച്ചു കൂട്ടുന്നത്. തിരിച്ചറിയുക, തമ്പുരാനെ നിങ്ങൾ അടിച്ചത് ചിലരുടെ കാര്യമൊന്നുമല്ല. അപ്പം എന്നിട്ട് എന്ത് ചെയ്തു? ഈ നോട്ടം നോക്കാതിരിക്കാൻ, വേണ്ടാത്ത സമയത്തും വേണ്ടാത്തവരോടും വേണ്ടാത്ത സമയത്തും ആരെയും നോക്കാതിരിക്കാൻ ദൈവമായ കർത്താവ്, ഉൽപ്പത്തി പുസ്തകം 3:21 പറയുന്നു, ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി ആദത്തെയും അവന്റെ ഭാര്യയെയും ധരിപ്പിച്ചു. അതാരായി ഉടയാട ഉണ്ടാക്കിയത്? ആരാണ്? ദൈവമായ കർത്താവ്. എന്നതുകൊണ്ട് ഉടയാട ഉണ്ടാക്കിയത്? മൃഗത്തെ കൊന്ന് തോലുരിഞ്ഞെടുത്ത തോലുകൊണ്ട് ആരാണ് ഉടയാട ഉണ്ടാക്കിയത്? ദൈവം ഉടയാട ഉണ്ടാക്കി. എന്തുകൊണ്ടാണ്? ഇല കൊണ്ടല്ല, പള്ള കൊണ്ടല്ല, ചൂട്ടുകൊണ്ടല്ല, ഓല കൊണ്ടുമല്ല, പിന്നെ എന്നാ കൊണ്ടാ? മൃഗത്തിന്റെ തോൽ ഉരിഞ്ഞെടുത്ത തോലുകൊണ്ട് ദൈവം ഉടയാട ഉണ്ടാക്കി. എന്നിട്ടോ ആദത്തെയും ഹവ്വായെയും അവർ അത്തിമരത്തിന്റെ ഇല കൊണ്ട് വസ്ത്രം ധരിച്ചിരിക്കുന്ന ആദത്തെയും ഹവ്വായെയും അടുത്ത് വിളിച്ചിട്ട്
ഇല പറിച്ച് കളഞ്ഞ് തോലുകൊണ്ടുള്ള ഒന്നാന്തരം വസ്ത്രം ഉടുപ്പിച്ചു പറഞ്ഞു, ഇതാണ് ഉടുക്കേണ്ട രീതി. വസ്ത്രം ധരിപ്പിച്ചവൻ 33:21 ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാട ഉണ്ടാക്കി ആദത്തെയും ഭാര്യയെയും ഉടുപ്പിച്ച് വിട്ടിട്ടാണ് ഭൂമിയിലേക്ക് അവരെ മേയാൻ വിട്ടത്. കാരണം ഇല്ലെങ്കിൽ ആദം ഈ 24 മണിക്കൂറും പെന്തർനോത്തിയുടെ നഗ്നത നോക്കിക്കൊണ്ടിരിക്കും. അത് ആണായാലും പെണ്ണായാലും അങ്ങനെയാണ്, നഗ്നത തുറന്നു കണ്ടാൽ നോക്കും. അപ്പൊ അങ്ങനെ 24 മണിക്കൂർ ഇത് നോക്കിക്കൊണ്ടിരിക്കേണ്ട, അതിനൊരു സമയമുണ്ട്, ആളുണ്ട്. എനിക്ക് അവകാശപ്പെട്ടത് എൻ്റെ ഭാര്യയുടെ നഗ്നതയാണ്, എൻ്റെ ഭാര്യയ്ക്ക് അവകാശപ്പെട്ടത് എൻ്റെ നഗ്നതയാണ്. ഞാൻ വേറൊരു സ്ത്രീയുടെ നഗ്നത നോക്കാൻ പാടില്ല. അതുകൊണ്ട് ആ നഗ്നതയ്ക്ക് മറയ്ക്കാൻ തുണി ഉടുപ്പിച്ചവൻ അവിടുത്തെ നാമമാണ് യഹോവ എന്ന നാമം, യഹോവയായ നാമം. യെസ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവമാണ് തുണി ഉടുപ്പിച്ചതെന്ന് മറക്കാതിരിക്കുക. ഇനി വസ്ത്രധാരണത്തെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന നിങ്ങൾ കിട്ടുന്ന ചാൻസ് വെച്ച് എന്നെ തെറി പറഞ്ഞാൽ എനിക്ക് ഒരു പരാതിയില്ല കേട്ടോ. കാരണം ഞാൻ ഈ കാര്യത്തിലൊക്കെ ഞാൻ കുറച്ച് ഇമ്മ്യൂണാണ്. എന്ത് വന്നാലും ഞാൻ കേൾക്കുകയും ചെയ്യും. സാരമില്ല, പോട്ടെ. അപ്പം ഒന്ന് ഓർത്താൽ മതി. ഇനി നമ്മൾ ഈ പറഞ്ഞ വൃഷണമാണ് ഞാൻ പറഞ്ഞത്. അടുത്തൊരു സാധനം കിടപ്പുണ്ട്, ലിംഗം. പുരുഷന്മാരുടെ ശരീരത്തിൽ ഇങ്ങനെയൊരു സാധനമുള്ള എല്ലാവർക്കും അറിയാമല്ലോ. എന്തായിരിക്കും ഒടയോനായ ദൈവം, നമ്മുടെ തമ്പുരാനായ കർത്താവ് ഈ സാധനത്തിന് കൊടുത്ത ദൗത്യം? വെറുതെ പറയണ്ട, കൃത്യമായിട്ടൊരു മറുപടി അതിനുണ്ട്. ആ സാധനം ഒറ്റയൊരു കാര്യത്തിനാണ് കൊടുത്തേ, മൂത്രമൊഴിക്കാനല്ല. അതിനൊരു കൃത്യമായ നിർവചിക്കപ്പെട്ട ധർമ്മമുണ്ട് ലിംഗത്തിന്. അതിൻ്റെ ധർമ്മമാണ് സ്വന്തം ഭാര്യയുടെ ശരീരത്തിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ഭർത്താവിന് അവിടുന്ന് ദൈവം വൃഷണത്തിൽ ഉണ്ടാക്കി കൊടുത്ത ബീജം, ലക്ഷക്കണക്കിന് ബീജങ്ങളുണ്ട്. ഈ ലക്ഷക്കണക്കിന് ബീജങ്ങളെ, ഒരു കൂട്ടം ബീജങ്ങളെ ഭാര്യയുടെ ശരീരത്തിൽ അവളുടെ ഗർഭാശയമൊക്കത്ത് അവളുടെ യോനിനാളത്തിന്റെ ഉള്ളിലേക്ക് നിക്ഷേപിക്കാനാണ് ഈ നീളമുള്ള സാധനം ലിംഗം എന്ന പേരിൽ പുരുഷന്റെ ശരീരത്തിൽ ദൈവം ഫിറ്റ് ചെയ്ത് വെച്ചത്. തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? എന്തിനാ ലിംഗം? ഒറ്റ പർപ്പസേ ഉള്ളൂ. മൂത്രം ഒഴിക്കാൻ ഇങ്ങനെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും വേണ്ട, ഒരു ദ്വാരം മാത്രം മതി. സ്ത്രീകൾ അങ്ങനെ ഒരു ദ്വാരത്തിൽ കൂടെയാണ് മൂത്രം ഒഴിക്കുന്നത്. പക്ഷെ പുരുഷന്റെ ശരീരത്തിൽ ഈ അവയവത്തിന് ദൈവം കൊടുത്ത ധർമ്മമാണ് സ്വന്തം ഭാര്യയുടെ ശരീരത്തിൽ അവളുടെ യോനിനാളത്തിന്റെ ഏറ്റവും ഉൾഭാഗത്ത്, അവിടെയാണ് ഗർഭപാത്രം വന്ന് തുറക്കുന്നത്, അവിടേക്ക് ബീജാണുക്കളെ നിക്ഷേപിക്കണം. ഇതല്ലാതെ വേറെ എന്തു പരിപാടി ഈ അവയവം കൊണ്ട് ചെയ്താലും ദൈവസന്നിധിയിൽ നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. 100% ഉറപ്പാണ്. സ്വയംഭോഗം, സ്വവർഗഭോഗം, മറ്റുള്ള അതായത് ലിംഗ യോനി ബന്ധം എന്നുള്ള ആ വിശുദ്ധമായ ലൈംഗിക ബന്ധമല്ലാതെ വേറെ എന്തൊക്കെ കോപ്രായങ്ങൾ, ഭാര്യയാണ് ഭർത്താവാണ് എന്ന് പറഞ്ഞ് കിടപ്പറയിൽ നിങ്ങൾ തോന്നിവാസം കാണിക്കുന്ന ഓരോരുത്തരും ഓർത്തുകൊള്ളുക, കേട്ടുകൊള്ളുക. നിങ്ങൾ ദൈവസമക്ഷം ആൻസറബിൾ ആണ്. ഒരു സംശയവും വേണ്ട. വിശുദ്ധമായ ലിംഗയോനി ബന്ധമാണ് ഭാര്യാഭർത്താക്കന്മാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പനയും കടമയും അവകാശവും. അത് നിർബന്ധമായും നടത്തുകയും വേണം. അപ്പോൾ ലിംഗത്തിന്റെ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു. ബീജം, ദൈവത്തിന് ഛായയിലും സാദൃശ്യത്തിലും ഒരു കൊച്ചുണ്ടാവാൻ, അവിടുത്തെ കുഞ്ഞിനെ ഭൂമിയിലേക്ക് ജന്മം കൊടുക്കാൻ, ഭൂമി അവിടുത്തെ മഹത്വം കൊണ്ട് നിറയുവാൻ, അവിടുത്തെ രാജ്യം ഭൂമിയിൽ സമാഗതമാകുവാൻ, ഭൂമിയിൽ ദൈവരാജ്യം സമാഗതമാകാൻ ദൈവത്തിന്റെ മക്കൾ പിറക്കണം. ഈ മക്കളെ പിറക്കാൻ അനുവദിക്കാതെ ജീവനെ തടയിടുന്ന ഓരോരുത്തരും ആൻസറബിൾ ആണ്. നിങ്ങൾ എന്തൊക്കെ ന്യായം പറഞ്ഞാലും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുമോ, ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ, അവളുടെ അണ്ഡാശയത്തിൽ, ആ കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ 6 ലക്ഷം അണ്ഡങ്ങളുണ്ട്. 6 ലക്ഷം. ആ കുഞ്ഞ് ആ പെൺകുട്ടി പുറത്തു വന്നൊരു 30 വയസ്സാകുമ്പോൾ ആ 6 ലക്ഷത്തിന്റെ വെറും 12% അവശേഷിക്കുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? വെറും 12% അണ്ഡങ്ങളേ ഉള്ളൂ. ഇവിടെ പെൺകൊച്ചുങ്ങളൊക്കെ കല്യാണം കഴിക്കുന്നത് 28, 29, 30. അപ്പോഴത്തേക്കും ബാക്കി അവശേഷിക്കുന്നതേ ഇതിന്റെ 12%. അത്ര കണ്ട് നിങ്ങളുടെ ഗർഭധാരണ സാധ്യത കുറയുകയാണ്. ഏറ്റവും ഐഡിയലായ ഗർഭം ധരിക്കാൻ ഏറ്റവും മനോഹരമായ സമയമാണ് ഈ 20 വയസ്സിനും 26, 26, 25 വയസ്സിനിടയ്ക്ക് ഏറ്റവും മനോഹരമായി, ഏറ്റവും ചാൻസ് ഉള്ളത്. ആ സമയത്ത് നമ്മുടെ പിള്ളേർ പഠിത്തം PhD ഇത് എല്ലാം കഴിഞ്ഞിട്ട് 4 കാലം നിൽക്കാറാകുമ്പോഴാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോഴത്തേക്കും അണ്ടമൊക്കെ തീർന്നിട്ടുണ്ടാവും. അങ്ങനെ എന്ത് പറ്റി നമ്മുടെ സമൂഹത്തിന്, ക്രൈസ്തവ സമൂഹത്തിന് ഇന്ന് എന്ത് പറ്റി? എത്രയുണ്ട് ബാക്കി? നിലവിളിച്ചിട്ട് കാര്യമില്ല. ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളുടെ കടയ്ക്കൽ കോടാലി വയ്ക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് അത്തിമരത്തേലോട്ട് നോക്കി, അതിൽ ഫലമൊന്നും ഇല്ലായിരുന്നു. അത് ഫലം കായ്ക്കുന്ന കാലവുമായിരുന്നില്ല. കാരണം ഫലം കായ്ക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, അന്ന് കായ്ച്ചില്ല. വൈകുന്നേരം കർത്താവ് ശപിച്ചു, ഉണങ്ങിപ്പോയി. വൈകുന്നേരം ശിഷ്യന്മാർ തിരിച്ചു വന്നു, ആ അത്തിമരം സമൂലം ഉണങ്ങിയിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം എന്തെല്ലാം കാര്യങ്ങൾ ജീവനെ പറ്റി മനസ്സിലാക്കാനുണ്ടെന്നും ഞാൻ ഈ സെക്ഷുവാലിറ്റിയെ പറ്റി മാത്രമേ കാര്യമായിട്ട് പറയുന്നുള്ളൂ. അപ്പം
ഈ പുരുഷന്റെ ഈ കാണിച്ചിരിക്കുന്ന ലൈംഗികാവയവങ്ങളെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. നമ്മളെ ലൈംഗികാവയവം ദൈവം ഏൽപ്പിച്ചത് ദൈവത്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ലൈംഗികതയിലുള്ള യഥാർത്ഥ അവകാശി ക്ഷമിക്കണേ, എൻ്റെ നെറ്റ് ഇപ്പോൾ ഒന്ന് കട്ടാവും. ഒരു ഫോൺ കോൾ വന്നത് കൊണ്ടാണ്, ക്ഷമിക്കണേ. ചിലപ്പോൾ അത് കട്ടായോ എന്ന് എനിക്ക് അറിയില്ല. കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കും. എനിക്കൊരു ഫോൺ കോൾ വന്നുകൊണ്ടാണ് കട്ടായാണ്. ഓക്കെ സോറി. ഓക്കെ, പെട്ടെന്നൊരു ഫോൺ കോൾ ഞാൻ കട്ട് ചെയ്തു, ഫോൺ എടുത്തില്ല. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും ഭൂമിയിൽ നിറയാനാണ്. ഈ കുഞ്ഞ് ദൈവത്തിൻ്റെ കൊച്ചുങ്ങളാണ്. എൻ്റെ ലൈംഗികത ദൈവത്തിൻ്റെ അവകാശമാണ്. ദൈവം എന്നെ ഏൽപ്പിച്ചത് എന്തിനാണ്? എനിക്ക് എന്തിനാ എൻ്റെ ഭാര്യയോട് താല്പര്യം തോന്നുന്നത്? അവിടത്തേക്ക് വേണ്ടിയിട്ടാണ്. അവൾക്ക് എന്നോട് താല്പര്യം തോന്നുന്നത് അവിടത്തേക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങളിലൂടെ ജനിക്കുന്ന കൊച്ച് ദൈവത്തിൻ്റെ മഹത്വമാണ് പ്രകടമാക്കുന്നത്. ഓരോ കുഞ്ഞും, എനിക്ക് 6 മക്കൾ ജീവിച്ചിട്ടുണ്ട്. 3 മക്കൾ ഗർഭത്തിൽ വെച്ച് മരിച്ചുപോയി. 6, 3, 9 മക്കളുടെ അപ്പനാണ്. 10ാമതൊരെണ്ണം ഉണ്ടോ എന്നുള്ളത് അടുത്ത മാസം അറിയാം. ആ അവസ്ഥയിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കിളവനാണല്ലേ? അബ്രഹാം എന്നാണ് പേര്. അതൊന്ന് ഓർത്താൽ മതി. പേര് അബ്രഹാം എന്നാണ്. ബാക്കി നിങ്ങൾക്കറിയാമല്ലോ. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കണ്ട. ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചെന്നുള്ളൂ. ബാക്കി ഇതിൻ്റെ അനാട്ടമി ഒന്നും പഠിപ്പിക്കുന്നില്ല. പക്ഷെ നമുക്ക് ഇനി കാണേണ്ടത് ഇതിൻ്റെ ബാക്കിയൊന്നും നമുക്ക് ഇവിടെ പ്രസക്തിയില്ല. ഞാൻ സാധാരണ പ്രീ മാരേജ് കോഴ്സിന് ക്ലാസ് എടുക്കുമ്പോൾ അവർക്കൊക്കെ എടുക്കുന്ന വിഷയങ്ങളാണ്. ഇവിടെ നമുക്ക് അതിനേക്കാൾ ഉപരിയായിട്ട് ഇതിലുള്ള ആത്മീയതയെ കാണേണ്ട. അതിവിശുദ്ധമായ ലൈംഗികതയുടെ പരിശുദ്ധി കളയുന്നത് എവിടെയാണ് നമ്മൾ? ഞാനിവിടെ അടുത്തത് ഇവിടെ സ്ത്രീയുടെ പ്രത്യുൽപാദന മേഖലയുടെ പടം കൂടെ ഒന്ന് കാണിച്ച്, ഇതൊരു പുരുഷന്റെ ബീജമാണ് കേട്ടോ. നോക്കണം, ഇങ്ങനെയൊരു കുഞ്ഞു സാധനത്തിനകത്ത് 1 മില്ലിമീറ്ററിനേക്കാൾ 1000-ൽ അംശം മാത്രം വലുപ്പമുള്ള ഒരു പുരുഷബീജമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ജനിക്കാൻ പോകുന്ന കൊച്ചിന് അപ്പനിൽ നിന്ന് എന്തൊക്കെ പ്രത്യേകതകൾ പോകണം എന്നുള്ളത് ഈ ബീജത്തിന്റെ തലയ്ക്കകത്ത്, ഈ ഹെഡിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അണ്ഡവുമായിട്ട് ചേരുമ്പോൾ ഈ ഹെഡ് മാത്രമേ ചേരത്തുള്ളൂ. നമുക്ക് സ്ത്രീയുടെ പ്രത്യുൽപാദന മേഖലയൊന്ന് നോക്കാം. ഫീമെയിൽ സിസ്റ്റത്തിനകത്ത് 3 ഭാഗങ്ങളാണ്. അണ്ഡാശയം, ഗർഭപാത്രത്തോട് ചേർന്ന കുറച്ച് കുഴലുകളുണ്ട്, പിന്നെ ബാഹ്യമായിട്ടുള്ള ഭാഗം. ഇവിടെ നോക്കിക്കോളൂ, ഒരു സ്ത്രീ ശരീരത്തെ അവിടുന്ന് മനോഹരമായിട്ട് മെനഞ്ഞെടുത്തു. പുരുഷൻ്റെതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇതാണ് വ്യത്യാസം. ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇനി ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരെ കൂടെയുള്ള ക്ലാസ് കൂടുന്ന എല്ലാ പുരുഷന്മാരടക്കം ഒന്ന് കാണണം. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ എന്തുമാത്രം താല്പര്യത്തോടുകൂടെ, എന്തുമാത്രം പ്രതീക്ഷയോടുകൂടിയ ദൈവം തമ്പുരാൻ ഈ ഒരു അവയവത്തെ, ഗർഭപാത്രം എന്ന അവയവത്തെ ക്രമീകരിച്ച് ഈ മൗസിന്റെ കഴ്സർ നീങ്ങുന്നത് നോക്കിയാൽ മതി. ദിസ് ഇസ് ദ യൂട്രസ്, ഇതാണ് ഗർഭപാത്രം. അപ്പം ഈ ഗർഭപാത്രമാകുന്ന സഞ്ചി ദൈവത്തിന്റെ കുഞ്ഞിന് ഭൂമിയിലേക്ക് ജനിച്ചു വീഴാനുള്ളതാണ്. ദൈവത്തിന്റെ കുഞ്ഞിന് ഭൂമിയിൽ പിറക്കാൻ അവിടുന്ന് ഉണ്ടാക്കിയ അറയാണ്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അമ്മച്ചിമാരെ, ദമ്പതികളെ, നമ്മൾ എത്ര പേര് ഈ ഗർഭപാത്രത്തിന് മേലുള്ള ദൈവത്തിന്റെ അവകാശം നിറവേറ്റി കൊടുത്തിട്ടുണ്ട്? നാളെ ഇതിനെപ്പറ്റി ഡോക്ടർ ഫിൻഡോ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. അണ്ഡാശയം നമ്മൾ കാണുന്നു. എന്താണ് അണ്ഡാശയം? ഇതിനകത്ത് നിന്നാണ് അണ്ഡം പുറത്തു വരിക. ഒരു പെൺകുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ ഈ അണ്ഡാശയത്തിൽ 2 അണ്ഡാശയത്തിലുമായിട്ട് ഏകദേശം 6 ലക്ഷത്തോളം 6 ലക്ഷത്തോളം അണ്ഡങ്ങളുണ്ട്. 6 ലക്ഷം ഉള്ളൂ കേട്ടോ. അതിൽ ഓരോന്നാണ്. ആ പെൺകുഞ്ഞ് കൗമാരമാകുമ്പോൾ അനുസരിച്ച് ഓരോന്നോരോന്നിങ്ങ് വരാൻ തുടങ്ങും. ഓരോന്ന് പോകുമ്പോൾ ആ ഒരു അണ്ഡം പുറത്തു വന്നാൽ ആ അണ്ഡത്തിന് വെറും 24 മണിക്കൂറാണ് ദൈവം ആയുസ് കൊടുത്തത്. ഒരണ്ഡം, ഒരു മാസത്തിൽ ഒരണ്ഡമാണ് പുറത്തു വരിക. അല്ലാണ്ട് 10-15 അണ്ഡമൊന്നും പുറത്തു വരില്ല. ഞാനിവിടെ ഇതിങ്ങനെ എടുത്തു പറയുന്നതിനൊരു കാരണമുണ്ട്. ഭൂമുഖത്ത് ജനം എത്ര രീതിയിൽ പെരുകണം എന്നുള്ളത് ദൈവം ആദിയിലെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ആദിയിലെ ആ തീരുമാനമാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളുടെ 1 മാസം അല്ലെങ്കിൽ 28 ദിവസം നീണ്ടു നിൽക്കുന്ന ആർത്തവ ചക്രം, ദ മെൻസ്ട്രുവൽ സൈക്കിൾ. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവിക പദ്ധതിയാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ ആരെങ്കിലും റൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ആൻസർ ചെയ്യാൻ സമയം കിട്ടും. നമുക്ക് തീർച്ചയായിട്ടും ഞാൻ ക്ലാസ് കഴിഞ്ഞ് പിന്നീട് നിങ്ങൾക്ക് എപ്പം വേണം എന്നെ വിളിക്കാം. ബിക്കോസ് എൻ്റെ പേഷ്യൻസ് പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. കുറച്ച് പേര് ഞാൻ 7 മണിക്കേ വരുള്ളൂ പറഞ്ഞ് വെയിറ്റിംഗ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന് സമയം പറ്റുമെങ്കിൽ നമുക്ക് സംസാരിക്കാം. പക്ഷേ 1-2 ചോദ്യങ്ങൾക്ക് ഉത്തരം തരാം ഞാൻ. കാരണം അത് വളരെ വളരെ ഇതാഴമായിട്ട് ഇന്ന് പഠിച്ചാൽ മാത്രം മനസ്സിലാക്കുന്നത്. അപ്പം മനുഷ്യൻ എങ്ങനെ ഭൂമി പെരുകണമെന്ന് ദൈവം ആദിയിലെ തീരുമാനിച്ചു വെച്ചു. ഈ പരിധി, അതായത് ഒരു ആർത്തവചക്രം 28 അല്ലെങ്കിൽ 30 ദിവസം കൂടുമ്പോഴാണ് സംഭവിക്കുന്നത്.
അതിൽ ഒരണ്ഡമാണ് സാധാരണഗതിയിൽ പുറത്തു വരിക. സാധാരണഗതി അപൂർവമായിട്ട് രണ്ടൊക്കെ വരാം. അപ്പൊ ആ ഒരണ്ഡത്തിന് ദൈവം കൊടുത്ത ആയുസ് 24 മണിക്കൂറാണ്. ഈ 24 മണിക്കൂറിൽ തന്നെ ആദ്യത്തെ ഒരു 10-15 മണിക്കൂറാണ് ഏറ്റവും ഫെർട്ടൈലായ സമയം. അതിനുള്ളിൽ ആ 24 മണിക്കൂറിനുള്ളിൽ, ആ 10-15 മണിക്കൂറിനുള്ളിൽ ഒരു ബീജം അവിടെ എത്തിയാൽ ഒരു കുഞ്ഞ് ജനിക്കും. ദാറ്റ് മീൻസ് എത്ര കണ്ട് ദൈവം അതിനുള്ള ചാൻസ്, കുഞ്ഞുണ്ടാവാനുള്ള ചാൻസ് അവിടുന്ന് കുറച്ചു. കാരണം ദൈവത്തിനറിയാം നമുക്ക് എത്ര കണ്ട് പെരുകാൻ പറ്റും, നമ്മൾ എത്ര പെരുകും, എങ്ങനെ പെരുകും, ഈ ഭൂമിയുടെ വലുപ്പം എത്രയുണ്ട്, അവിടുന്ന് തന്നെ സൃഷ്ടിച്ചത്. ഈ ഭൂമിയിൽ കര എത്രയുണ്ട്, കടൽ എത്രയുണ്ട്, കരയിൽ തന്നെ വാസയോഗ്യമായ സ്ഥലങ്ങൾ എത്രയുണ്ട്, തണുപ്പ് കൂടിയ സ്ഥലങ്ങളുണ്ട്, മനുഷ്യന് താമസിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. അവിടെ എത്ര മനുഷ്യർക്ക് താമസിക്കാം. അതിനനുസരിച്ച് മനുഷ്യന്റെ ഫെർട്ടിലിറ്റിയെ ദൈവം ക്രമീകരിച്ചു. അതാണ് ഒരാർത്തവ ചക്രത്തിന് 28 അല്ലെ 30 ദിവസം, അല്ലെ 35 അല്ലെ 25 എങ്ങനെ ആയിക്കോട്ടെ, എന്നാൽ ആ ഒരു കണക്കൊരു അതിനകത്ത് ഒരണ്ഡം, ആ ഒരു അണ്ഡത്തിന് ആയുസ്സും അവിടുന്ന് നിജപ്പെടുത്തി. ബീജങ്ങൾ എത്ര കോടി വന്നാലും അണ്ഡത്തിന്റെ ആയുസിന് മുകളിൽ അവിടുന്ന്, ജീവന്റെ മുകളിൽ അവിടുന്ന് ഒരു നിയന്ത്രണം വെച്ചു. ദൈവമാണ് ലോകത്ത് ആദ്യമായിട്ട് ജനന നിയന്ത്രണം കൊണ്ടുവന്നത്. ഞാൻ പറയും അതുക്കും മേലെ നമുക്ക് വേണം. അതുകൊണ്ടാണല്ലോ നമ്മൾ വേണ്ടാധീനങ്ങൾ കാണിക്കുന്നത്. ദൈവത്തിന്റെ സംവിധാനത്തെ വിശ്വാസമില്ലാത്തത് കൊണ്ടും അതിൽ നമുക്കൊരു ധൈര്യം പോരാ. ഇങ്ങനെ പിള്ളേരെ കൂട്ടി പരീക്ഷ എന്നാ കാണിക്കുന്നു അല്ലെ. എന്ന് ഞാൻ പറഞ്ഞു വന്നത് അതിവിശുദ്ധമായ ഗർഭപാത്രം, അതിനോട് ചേർന്ന് കിടക്കുന്ന യോനിനാളം. നോക്കിക്ക്, ഏതാ യോനിനാളം? വചനം. എന്താണ് യോനിനാളം? ഈ യോനിനാളം ദൈവം ഉണ്ടാക്കി കൊടുത്ത സ്ത്രീക്ക്. ഇത് ഗർഭപാത്രം. ഈ യോനിനാളത്തിലേക്ക് ബീജാണുക്കളെ നിക്ഷേപിക്കാൻ ഈ സ്ത്രീയെ നിയമാനുസൃതം വിവാഹം ചെയ്ത പുരുഷന് മാത്രമേ അവകാശമുള്ളൂ. വഴി കൂടെ പോകുന്നവർക്കും നാട്ടുകാർക്കും ഒന്നും, അല്ലെങ്കിൽ അവളെ ഇഷ്ടപ്പെടുന്നവർക്കൊന്നും ആ അവയവത്തിനകത്തേക്ക് ബീജങ്ങളെ നിക്ഷേപിക്കാൻ അവകാശമില്ല. ഒരു ഭർത്താവിന് കടമയുണ്ട്. ഈ അവന്റെ ലിംഗം എന്ന അവയവം കൊടുത്തത് ഇതിനുള്ളിലേക്ക്, ഇതിന്റെ ഇൻഡെപ്തിലേക്ക് ബീജാണുക്കളെ നിക്ഷേപിക്കാനാണ്. ബീജാണുക്കൾ വേറെ എവിടെയല്ല വീഴണ്ടേ. ഭർത്താവിന്റെ ബീജം ഭാര്യയുടെ ശരീരത്തിൽ ദൈവം നിശ്ചയിച്ച ഒരേ ഒരു സ്ഥലമായ യോനിനാളം അഥവാ വജൈന, അതിനുള്ളിൽ തന്നെ വന്ന് വീഴണം. അതിനുവേണ്ടി ദൈവം ക്രമീകരിച്ചു വെച്ചിരിക്കുന്നതാണ് ഈ യോനിനാളം, ഈ കാണിച്ചിരിക്കുന്ന ദ്വാരം. അവിടെ വീഴുന്ന ബീജാണുക്കളെ ദൈവം തന്നെ ഗർഭപാത്രത്തിലേക്ക് ആനയിക്കും. ബീജാണുക്കളെ ഗർഭാശയത്തിലേക്ക് വലിച്ചെടുക്കുന്ന ദൈവം. ആ ഗർഭാശയത്തിൽ നിന്ന് ആ ബീജാണുക്കളെ അണ്ടവാഹിനിക്കുടലിൽ കൊണ്ടുപോയി അണ്ടവാഹിനിക്കുടലിൽ ഇങ്ങേറ്റത്തെത്തിച്ച് അണ്ഡവുമായിട്ട് കൂട്ടിച്ചേർക്കുന്ന പണി അത് ദൈവം മാത്രം ഇടപെടുന്ന മേഖലയാണ്. ഒരു ഭർത്താവിന് മാക്സിമം ചെയ്യാവുന്ന ബീജത്തെ ഭാര്യയുടെ യോനിനാളത്തിൽ എത്തിച്ചു കൊടുക്കുക. അവിടുന്ന് അങ്ങോട്ട് ദൈവത്തിന്റെ കരമാണ്. അവിടുന്ന് സർവശക്തനായ അവിടുന്ന് വിചാരിച്ചാൽ മാത്രമേ ഒരു കുഞ്ഞ് ജനിക്കുന്നുള്ളൂ. ബാക്കി ഈ യോനിനാളും ബാക്കി അനുബന്ധ ഭാഗങ്ങളൊക്കെ ദൈവം ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത് ഇതിനോട് അനുബന്ധ ഭാഗങ്ങളാണ്. ഇതിന്റെ ആക്സസറി ഓർഗൻസാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ വെളിച്ചത്തിൽ ഞാൻ ഈ പ്രസന്റേഷൻ ഇപ്പൊ ക്ലോസ് ചെയ്യുകയാണ്. ഈ പ്രസന്റേഷൻ ഇപ്പൊ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുക. വേറെ ഒന്നുമല്ല, എനിക്ക് ഇനി വേറെ ചില കാര്യങ്ങൾ കാണിക്കാനുണ്ട്. നമ്മുടെ കിടപ്പറയെ നമ്മളൊന്ന് പരിശോധിക്കാൻ പോവുകയാണ്. നമ്മുടെ കിടപ്പറയെ നമുക്കൊന്ന് പരിശോധിക്കാം. എവിടെയാണ് നമ്മൾ? നമ്മുടെ കിടപ്പറയുടെ പരിശുദ്ധിയുടെ മേഖല ഒന്ന് പരിശോധിക്കുമ്പോൾ, ഓക്കെ സോറി, ഞാനൊരു സെക്ഷണൽ മൊറാലിറ്റി ടോപ്പിക് എടുക്കട്ടെ. നമ്മുടെ കിടപ്പറയിൽ ഒരു ബെഡ്റൂം എത്തിക്സ് എന്ന ടോപ്പിക് എടുക്കുകയാണ് ഞാൻ. ഈ ബെഡ്റൂം എത്തിക്സ്, ഈ ടോപ്പിക്ക് ഒന്നും കപ്പിൾസ് ബെഡ്റൂം ദ ആൾട്ടർ ഓഫ് ഫാമിലി എന്നുള്ള ടോപ്പിക് അവിടെ എത്തിയോ എന്ന് പറയാമോ? ഈ ഒരു ടോപ്പിക്ക് വന്നിട്ടുണ്ടോ? കപ്പിൾസ് ബെഡ്റൂം ദ ആൾട്ടർ ഓഫ് ദ ഫാമിലി ടോപ്പിക്ക് വന്നോ? വന്നിട്ടില്ല. ഓക്കെ, ഒരു സെക്കൻഡ് ഞാൻ ജസ്റ്റ് ടേക്ക് ഇറ്റ്. സോറി, ഇപ്പൊ വരും. ഓക്കെ, വന്നിട്ടുണ്ട്, ഇപ്പൊ വരുന്നുണ്ട്. നമ്മള് ദമ്പതികളാകാൻ പോകുന്നവരുമായിരിക്കുന്നവർ മനസ്സിലാക്കേണ്ട ചില അതിവിശുദ്ധ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സാണ്. ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ടോ എടുത്ത് വെക്കുകയോ ചെയ്തോളൂ. ഈ 4 നമ്പറിൽ ഞാൻ അവൈലബിൾ ആണ്. എല്ലാവർക്കും ഈ നമ്പറുകൾ 4 ഒന്ന് സേവ് ചെയ്യാം. ഇനി എന്നെ പിന്നീട് സിസ്റ്ററോട് ചോദിച്ചാൽ സിസ്റ്റർ നമ്പർ തരും. ഈ 4 നമ്പറും എൻ്റെ നമ്പേഴ്സാണ്. ഓക്കെ, കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഇനി വിളിക്കണം. കാരണം സംശയങ്ങൾ ഒത്തിരി വരുന്നൊരു മേഖലയാണ്. ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സെക്ഷുവാലിറ്റി, ലൈംഗികതയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ജീവനെ കൊടുക്കുക, സ്നേഹത്തെ കൊടുക്കുക, ലൈഫ് ഗിവിംഗ് ആൻഡ് ലവ് ഗിവിംഗ്, ഏക ശരീരമാവുക, ടു ബി യുണൈറ്റഡ് ആസ് വൺ ഫ്ലഷ് ആൻഡ് സോൾ, ഏക ശരീരവും ഏക ആത്മാവുമാവുക. ലൈഫ് ഗിവിംഗ് ആസ്പെക്ട് എടുക്കുകയാണ്, ജീവനെ കൊടുക്കുന്ന ആസ്പെക്ട് എടുക്കുക. എന്താണ് ലൈംഗികത? പീനോ വജൈനൽ ഇന്റർകോഴ്സ് ആണ്. ഞാനിതിങ്ങനെ പച്ചയ്ക്ക് എടുത്തു പറയുന്നതിനൊരു കാരണമുണ്ട്. ഞാൻ കഴിഞ്ഞ 24 വർഷമായിട്ട് വിവാഹ ഒരുക്ക സെമിനാറിന്റെ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി വിവാഹിതരുടെയും അവിവാഹിതരുടെയും വിവാഹപൂർവ്വ ബന്ധങ്ങളും വിവാഹേതര ബന്ധങ്ങളും അതിനെപ്പറ്റി ഒത്തിരി എനിക്കറിയാം. വിവാഹിതരുടെ തന്നെ കിടപ്പറയിൽ ഒത്തിരി ദുരന്തങ്ങൾ നടക്കുന്നുണ്ട്.
പലരും കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ, എത്രയോ ഭീകരമായ രീതിയിലുള്ള വൃത്തികേടുകൾ കാണിച്ചു കൂട്ടുന്നു. കാരണം കിടപ്പറയായി വിവാഹം കഴിച്ചു ലൈസൻസ് കിട്ടി എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണിച്ചു കൂട്ടുന്നത് തനി കോപ്രായമാണ്, തനി വൃത്തികേടാണ്. ഞങ്ങൾക്ക് ലൈസൻസ് കിട്ടി, ഇനി ഞങ്ങളുടെ ഇഷ്ടമുള്ളത് കാണിക്കും. ഓരോരുത്തർ പറയുന്ന വർത്തമാനമാണ്, സഹിക്കാൻ വേണ്ട. പ്രിയപ്പെട്ടവരെ, ദമ്പതികളെ, ഭാവി ദമ്പതികളെ ഓർത്തുകൊള്ളൂ, നമുക്ക് അനുവദിക്കപ്പെട്ടത് പീനോ വജൈനൽ, അതായത് ചേരേണ്ടതിനോട് മാത്രം ചേരണം. ലിംഗം ചേരേണ്ടത് യോനിനാളത്തോടാണ്, അല്ലാതെ ഭാര്യയുടെ ശരീരത്തിന് മറ്റൊരു ഭാഗത്തോടും അല്ല. രണ്ടാമത്തെ പ്രശ്നം, ദ സെക്ഷൽ ആക്ട് ഈസ് ആൻഡ് ഷുഡ് ബി പ്രിസീഡഡ് ബൈ ഫോർപ്ലേ. എന്ന് വെച്ചാൽ ലൈംഗികതയിൽ മുന്നൊരുക്കം ഉണ്ടാവണം ദമ്പതികൾക്ക്. വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് ദമ്പതികൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്യണത്. പരസ്പരം രണ്ടുപേരും പരസ്പരം മ്യൂച്വലി കോംപ്ലിമെന്റിങ് ആയിരിക്കണം. പങ്കാളികൾ ആരെങ്കിലും ഒരാൾ സ്റ്റാർട്ട് ചെയ്യണം പരസ്പരം. പക്ഷേ എന്താണ് പലപ്പോഴും ഫോർപ്ലേയിൽ സംഭവിക്കുന്നത്? ഇറ്റ് നെവർ മീൻസ് മ്യൂച്വൽ മാസ്റ്റർബേഷൻ. പല ദമ്പതികളും പരസ്പരം സ്വയംഭോഗം എന്നുള്ള പാപവാ ചെയ്യുന്നത്. കിടപ്പറയിൽ ദമ്പതികൾ, ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും സ്വയം അവരുടെ ലൈംഗികാവത്തെ ഉത്തേജിപ്പിച്ച് രതിമൂർച്ചയിൽ എത്തിച്ചു കൊടുക്കുക. ദാറ്റ് ഈസ് കോൾഡ് മ്യൂച്വൽ മാസ്റ്റർബേഷൻ. മാസ്റ്റർബേഷൻ എന്ന വാക്കിനോട് പ്രസക്തിയില്ല. മ്യൂച്വൽ ഒരു വ്യക്തി സ്വയം ലൈംഗികാവത്തെ ഉത്തേജിപ്പിച്ച് പാപം ചെയ്യുമ്പോഴാണ് മാസ്റ്റർബേഷൻ എന്ന് പറയുക. പക്ഷെ അത് മറ്റൊരു വ്യക്തി ചെയ്യുമ്പോൾ മാസ്റ്റർബേഷൻ അല്ല, പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ഫോർപ്ലേ ഓൾസോ. ഫോർപ്ലേ എന്ന് വെച്ചാൽ ശരീരം പങ്കാളികളിൽ ഒരാൾ മറ്റേ പങ്കാളിയെ ലൈംഗിക പ്രക്രിയയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുക ചെയ്യുന്നത് ഒരു ഒരുക്കമാണ്. ഭർത്താവ് ഭാര്യയെ, ഭാര്യ ഭർത്താവിനെ ഒരുക്കണം. ഇതാണ് വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം പറയുന്നു. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല, ഭർത്താവിനാണ് അധികാരം. ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യ ധർമ്മം നിറവേറ്റണം. അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവിന്റെ ശരീരത്തിന് അവനല്ല, ഭാര്യയ്ക്കാണ് അധികാരം. ഭാര്യ ഭർത്താവിനോടും ഈ ദാമ്പത്യ ധർമ്മം നിറവേറ്റണം. അപ്പൊ ഈ ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യ ധർമ്മം നിറവേറ്റുക എന്ന് വെച്ചാൽ അവളുടെ ശരീരത്തിൽ അധികാരം ഏൽപ്പിച്ചു വിട്ടിരിക്കുകയാണ്. ആ അധികാരം അവന് ഉപയോഗിക്കാം. തിരിച്ചും ഭർത്താവിന് ഭാര്യയുടെയാണ്, ഭാര്യയ്ക്ക് ഭർത്താവിന്. ഈ പരസ്പരമുള്ള അധികാരം ദാമ്പത്യ ബന്ധത്തിലൂടെ നിർവഹിക്കണം. പ്രത്യേക അപ്പസ്തോലൻ പറയുന്നുണ്ട്, പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും ചേർന്ന് തീരുമാനിക്കുന്ന കുറച്ചു കാലത്തേക്കല്ലാതെ പരസ്പരമുള്ള ഈ അവകാശങ്ങൾ നിഷേധിക്കരുത്. അതിനുശേഷം പരസ്പരം ഒരുമിച്ച് ചേരുകയും ചെയ്യണം. ഇവിടെ നമ്മുടെ കിടപ്പറയിൽ സംഭവിക്കുന്നത്, ഞാനിവിടെ എഴുതി, നെവർ കപ്പിൾസ് പോണോഗ്രാഫി കാണുക. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇന്ന് നെറ്റ് തുറന്ന് ബ്ലൂ ഫിലിം കാണും, അല്ലെങ്കിൽ ലാപ്ടോപ്പ് തുറന്ന് വെച്ചാൽ മൊബൈൽ തുറന്ന് വെച്ച് ബ്ലൂ ഫിലിം കാണും. എനിക്ക് എത്ര ദമ്പതികളുടെ തകർന്ന കിടപ്പറകളുടെ ചരിത്രം അറിയാൻ കഴിയും. എത്രയോ പെൺകുട്ടികൾ വേദനയോടെ എന്നെ വിളിക്കും. കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ തന്നെ അല്ലെങ്കിൽ ആദ്യ കാലത്ത് തന്നെ ഭർത്താവിന് ലൈംഗികതയിൽ വലിയ താല്പര്യമില്ല. ഭർത്താവിന്റെ താല്പര്യം നെറ്റ് തുറന്ന് വെച്ച് ബ്ലൂ ഫിലിം കാണുക, ഭാര്യനെ കാണാൻ നിർബന്ധിക്കുക. ഈ പെങ്കൊച്ചനാണെങ്കിൽ ഒരു കൊച്ചു വേണമെന്ന് അദമ്യമായ ആഗ്രഹം, ഭർത്താവിന് അതിന് താല്പര്യമില്ല. ഭർത്താവിന് വേണ്ടത് ലൈംഗിക വൈകൃതങ്ങൾ, സെക്ഷുവൽ പെർവേർഷൻസ്, കേട്ടാൽ അറയ്ക്കുന്ന രതി വൈകൃതങ്ങളാണ് പല കിടപ്പറകളിലും, ഭാര്യ ഭർത്താക്കന്മാരുടെ കിടപ്പറകളിലും നടക്കുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല. ഓരോ കുഞ്ഞുങ്ങളുടെയും കണ്ണുനീരിന്റെ നനവുണ്ട് ഞാൻ എൻ്റെ വാക്കിന്. ഇതിങ്ങൾ ഫോണിൽ കൂടെ മണിക്കൂറുകൾ സംസാരിച്ച് കേട്ട് കഴിയുമ്പോൾ ഞാൻ ഓർത്ത്, ഇതൊക്കെ എവിടെയും ഒന്ന് പറയണമല്ലോ. ദമ്പതികൾ ഇങ്ങനെയാണോ കാണിച്ചു കൂട്ടുന്നത്? ഇത് അറിയാൻ മേലാഞ്ഞിട്ടാണോ, അറിഞ്ഞിട്ടാണോ? എന്തായാലും ഞാൻ തീരുമാനിച്ചു, ക്ലാസ് എടുക്കുമ്പോൾ ഞാനിത് പച്ചയ്ക്ക് പറയാം. എൻ്റെ തമ്പുരാൻ എന്നെ തോന്നിപ്പിക്കുക, ഇത് പറയണം. അറിയത്തില്ല. പ്രീ മാരേജ് കോഴ്സിൽ ഞാൻ പച്ചയായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് ലൈംഗികതയിൽ നമ്മൾ വിശുദ്ധി പാലിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഈ കിടപ്പറ വിശുദ്ധി ഇല്ലാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഏതവസ്ഥയിലായിരിക്കും? വ്യഭിചാര പാപത്തിന്റെ ആസക്തിയിൽ ഭർത്താവ് ഭാര്യയുടെ നഗ്നത നോക്കാതെ മറ്റൊരുവളുടെ നഗ്നത നോക്കി അതിൽ നിന്നും ആസക്തി ഊർജം ഉൾക്കൊണ്ട് ഈ ഭാര്യയോട് ചേരുമ്പോഴും അതിന് വ്യഭിചാരം എന്നല്ലാണ്ട് പിന്നെ എന്താ വിളിക്കുന്നത്? ഭാര്യ ഭർത്താക്കന്മാർ ഏക ശരീരമാകുന്ന ആ പരിശുദ്ധ നിമിഷത്തിൽ ഭർത്താവിന്റെ മനസ്സിൽ മറ്റൊരു സ്ത്രീ, ഭാര്യയുടെ മനസ്സിൽ മറ്റൊരു പുരുഷൻ, ഇത് വ്യഭിചാരം അല്ലെങ്കിൽ പിന്നെ എന്താ? നസ്രത്തിലെ ആശാരിച്ചെറുക്കനായ യേശു മിശിഹ പറഞ്ഞൊരു വചനമുണ്ട്, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചരിച്ചിരിക്കുന്നു. നീ നിന്റെ ഭാര്യയോട് ഇണചേരുമ്പോഴും നിന്റെ മനസ്സിൽ പൂർവ്വകാമുകിയാണെങ്കിൽ, പരസ്ത്രീ, നീ കണ്ടൊരു പരസ്ത്രീയാണെങ്കിൽ, യെസ്, നീ നടത്തുന്നത് വ്യഭിചാരമാണ്. നിന്റെ ഹൃദയം വ്യഭിചരിക്കുക. കാരണം യേശു മിശിഹായ പറഞ്ഞേ, ശരീരം കൊണ്ടല്ല വ്യഭിചാരം, ഹൃദയം കൊണ്ടാണ്. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നാണ് വ്യഭിചാരം എന്ന പാപത്തിന്റെ ഏറ്റവും ആഴത്തിലേക്ക് ദൈവം വന്ന് ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വ്യഭിചാരം ചെയ്യരുതെന്നുള്ള കൽപ്പന നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നു, ഭോഗാസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചരിച്ചിരിക്കുന്നു. ഇത് വ്യഭിചാരത്തെ പറ്റി മാത്രമല്ലെന്ന് ഓർത്തോണം. ഗർഭത്തിൽ ഉരുവായ കൊച്ചിനെ കൊല്ലണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ കൊന്നേക്കാം, അല്ലെങ്കിൽ വേണോ വേണ്ടയോ, ചെയ്താലോ, എനിക്ക് വേണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അബോർഷൻ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ ആ കൊച്ചിനെ ഹൃദയം കൊണ്ട് കൊന്നു കഴിഞ്ഞു.
നാളെ അതിനെപ്പറ്റി ഡോക്ടർ സിൻഡോ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഞാൻ എൻ്റെ സുഹൃത്തുക്കളാണ്, ഞങ്ങൾ ഒത്തിരി സ്ഥലത്ത് ഒരുമിച്ച് ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ആ കൊച്ചിനെ അവിടെ കൊന്നു കഴിഞ്ഞു. പാപം അങ്ങനെയാണ്. അവരുടെ വീട്ടിലിരിക്കുന്ന സാധനം എടുക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ചാൻസ് ഒത്തു കിട്ടാൻ ഞാൻ നോക്കിയിരിക്കുകയാണ്. ആരും ഇല്ലാത്ത നേരത്തെ ആ സാധനം പൊക്കി എടുക്കണം. ഞാൻ മോഷണം നടത്തി കഴിഞ്ഞു. മോഷണം സോവർ. ഇതാണ് സംഗതി. അതുകൊണ്ടാണ് വ്യഭിചാരം എന്ന പാപം. ഇതുകൊണ്ടാണ് പ്രിയപ്പെട്ട പെൺകിടാങ്ങളെ, അമ്മച്ചിമാരെ, വസ്ത്രധാരണത്തിൽ നമ്മൾ അല്പം ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയുമോ, നമ്മുടെ ശരീരത്തെ നോക്കി ഓരോരുത്തരും ചെയ്തു കൂട്ടിയ പാപത്തിന്റെ കണക്ക് നമ്മുടെ അടുത്ത് ചോദിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. ഓരോരുത്തരും വെളിപാടിന്റെ പുസ്തകം 19-ാം അധ്യായത്തിൽ കുഞ്ഞാടിന്റെ മുമ്പിൽ വിധിക്കപ്പെടാനായിട്ട് നിൽക്കപ്പെടുന്ന ഒരു സമയത്തെ പറ്റി പറയുന്നുണ്ട്. അവിടെ പറയുന്നു, യോഹന്നാൻ ശ്ലീഹ പറയുന്നു, ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു, മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു. അത് കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകമായിരുന്നു. ആ ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം സർപ്പത്തോടൊപ്പം നിത്യഗന്ധക അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. നിത്യഗന്ധക അഗ്നി തടാകത്തിലേക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് സത്യം. നമ്മുടെ പേര് ആ പുസ്തകത്തിൽ ഉണ്ടാവുമോ? ആ ജീവന്റെ പുസ്തകത്തിൽ? ഞാൻ മറ്റൊരു ഒരാളെയല്ല, എൻ്റെ ഒരാളുടെ വസ്ത്രധാരണം അല്പം ഗ്ലാമറസ് ആയിട്ട് നഗ്നത കാണിച്ചുകൊണ്ട് നടന്നിട്ട് ഞാൻ അതിനെ ന്യായീകരിക്കും, ഞാൻ ഇഷ്ടമുള്ള പോലെ ധരിക്കും. നിങ്ങൾ എന്തിനാ അങ്ങോട്ട് നോക്കിയത്? നോക്കിയതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തുപ്പിയത് ദൈവപിതാവിന്റെ മുഖത്താണ്. കാരണം അവിടുന്നാണ് സ്ത്രീയുടെ നഗ്നതയിലേക്ക് നോക്കാനുള്ള കണ്ണും അതിനുള്ള ആഗ്രഹവും പുരുഷന് കൊടുത്തത്. എന്നിട്ട് അതേ ദൈവം തന്നെ അത് മൂടി വെച്ചിട്ട് പറഞ്ഞു, വേണ്ട, ഇപ്പം നോക്കണ്ട, ഇത് നിനക്ക് അവകാശപ്പെട്ടതല്ല, നിനക്ക് അവകാശപ്പെട്ടത് വഴിയെ വരുന്നുണ്ട്, അതിനെ നോക്കിയാൽ മതി. അപ്പൊ അതുകൊണ്ട് മൂടിവെച്ചവൻ അവനോടുള്ള മറുതലിപ്പാണ്. അത് തുറക്കുമ്പോൾ എന്നറിയുക. ചുരിദാറിന്റെ കട്ടിങ് നീളം കൂട്ടിയിടുകയും അതിന് നാളെ ലെഗിൻസ് ഇടുകയും ചെയ്യുമ്പോൾ ഓർക്കുക, കാറ്റടിച്ചാൽ കാറ്റിന് അറിയത്തില്ല അത് പൊങ്ങിപ്പോകുന്നു. പക്ഷെ കാണുന്നവന്റെ കണ്ണ്, ആസക്തി നിറഞ്ഞ പുരുഷന്മാരുടെയും യുവാക്കളുടെയും കണ്ണുകൾ അങ്ങോട്ട് വരുമ്പോൾ ആ ഒരു സെക്കൻഡ് വെച്ച് അവർ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്താൽ, പ്രിയപ്പെട്ട പെൺകൊച്ചെ, പ്രിയപ്പെട്ട സഹോദരി, സ്ത്രീയെ, ഭാര്യയെ ഓർക്കുക, ആ പാപത്തിന്റെ ഭാഗിക ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കാരണം ദൈവം നിങ്ങളെ ഉടുപ്പിച്ച മാതിരിയല്ല നിങ്ങൾ ഉടുത്തിരിക്കുന്നത്. ദൈവം ഉടുപ്പിച്ച തുണി ഉരിഞ്ഞു. നമ്മൾ ഇങ്ങനെ നോക്കിയാൽ ആർക്കാണ് ലോകത്ത് ജീവിക്കാൻ പറ്റുക എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. 1000 പേര്, നിങ്ങളിൽ 142 പേര് ക്ലാസ് കൂടുന്നുണ്ട്. കുറെ പേരുടെങ്കിലും കൈ ഉയരുന്നുണ്ടെന്ന് എനിക്കറിയാം. ചിലരുടെ റേസ് ചെയ്തിട്ടില്ല. പക്ഷെ സത്യം കേൾക്കുമ്പോൾ സത്യം എപ്പോഴും വേദനാജനകമായിരിക്കും. സത്യം എല്ലായ്പ്പോഴും പെയിൻഫുൾ ആണ്. അത് മറക്കരുത്. വെരി വെരി പെയിൻഫുൾ സത്യം. അതുകൊണ്ട് ആ നോവ് കുറെ പേരൊക്കെ പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. 125 പേരായി, 140. സാരമില്ല, കാരണം ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണിത്. നമ്മുടെ കിടപ്പറയുടെ പരിശുദ്ധിയെ പറ്റി പറയുമ്പോൾ കേൾക്കാൻ നമുക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് കിടപ്പറയിൽ ഒരു കാരണവശാലും ഫോൺ വാച്ച് ചെയ്യരുത്, ബ്ലൂ ഫിലിം കാണരുത്, സെക്സ് ടോയ്സ്, ഉപകരണങ്ങൾ, ലൈംഗിക ഉപകരണങ്ങൾ ഉപയോഗിക്കാനും പാടില്ല. ഇനി കുറെ ദമ്പതികൾ കാണിച്ചു കൂട്ടുന്ന ഒരു തെമ്മാടിത്തരം, ഒരു പോക്കൃത്തരമാണ്. വളരെ വ്യക്തമായിട്ട് ദൈവപിതാവ് ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെ മനോഹരമായിട്ട് എഴുതി ചേർത്ത് വെച്ചിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ പ്രകാരം പറയുന്നു. ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമാണ്, ചരിത്ര സംഭവം. ഓന എന്ന വ്യക്തി കാണിച്ചത് പോക്കൃത്തരം. ഓന ആരായിരുന്നു? യൂദായുടെ മകൻ. യൂദ ആരായിരുന്നു? യൂദ യാക്കോബിന്റെ 12 മക്കളിൽ ഒരുവനാണ് യൂദ. ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾ യൂദാ ഗോത്രം. യാക്കോബിന് 4 ഭാര്യമാരിലായിട്ട് 12 മക്കളാണ്. വേറെയും മക്കളുണ്ടായിരുന്നു പറയപ്പെടുന്നു. ഈ 12-ൽ ഒരുവനാണ് യൂദ. ഈ യാക്കോബും യൂദായും ഒക്കെ ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് സത്യം മറക്കാതിരിക്കുക. അബ്രഹാം തൊട്ട് ഇങ്ങോട്ട് ചരിത്രമുണ്ട്. അബ്രഹാമിന്റെ ഭാര്യ സാറായിയുടെയും അബ്രഹാമിന്റെയും ശൗകുരീരം ഒക്കെ ഹെബ്രോണിലുണ്ട്. യാക്കോബിന്റെയും ഇസഹാക്കിന്റെയും ഒക്കെ ശൗകുരീരം അവിടെയുണ്ട്. ഇസ്മായേലിന്റെ ശൗകുരീരം ഉണ്ട് അവിടെ ഹെബ്രോണില്. ഇതൊക്കെ ചരിത്രമാണ്. യൂദായ്ക്ക് 3 ആൺമക്കളാണ്. മൂത്തവന്റെ പേര് ഏർ എന്നാണ്, രണ്ടാമത്തവന്റെ പേര് ഓന, മൂന്നാമത്തവന്റെ പേര് ഷേല. ഞാൻ ചുരുക്കി പറയാം. ഇങ്ങനെയാണ് വചനം. ഉൽപ്പത്തി 38:6. തന്റെ കടിഞ്ഞൂൽ പുത്രനായ ഏറിന് യൂദ ഒരു ഭാര്യയെ തിരഞ്ഞെടുത്തു. അവളുടെ പേര് താമാർ എന്നായിരുന്നു. എന്നാൽ യൂദായുടെ കടിഞ്ഞൂൽ പുത്രനായ ഏർ കർത്താവിന്റെ മുമ്പിൽ ദുഷിച്ചവനായിരുന്നു. കർത്താവ് അവനെ മരണത്തിനിരയാക്കി. അപ്പോൾ യൂദ ഓനാനെ വിളിച്ചു പറഞ്ഞു, നീ നിന്റെ സഹോദരന്റെ ഭാര്യയെ വിവാഹം ചെയ്ത് സഹോദരന് വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കുക. നോക്കട്ടെ, ജ്യേഷ്ഠൻ മക്കളില്ലാതെ മരിച്ചു. ജീവിച്ചിരിക്കുന്ന അനുജനായ ഓനായോട് പിതാവായ യൂദ കൽപ്പിക്കുന്നു, നീ നിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയെ വിവാഹം ചെയ്ത് ജ്യേഷ്ഠന് വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കുക. അടുത്ത വാക്യം എങ്ങനെയാണ്? സന്തതി തന്റേതായിരിക്കില്ല എന്ന് അറിയാമായിരുന്ന ഓന തന്റെ സഹോദരന് വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കാതിരിക്കാൻ സഹോദര ഭാര്യയുമായി ചേർന്നപ്പോൾ ബീജം നിലത്തു വീഴ്ത്തി കളഞ്ഞു. ഇത് ബൈബിളാണ്. ഞാൻ ഈ വായിക്കുന്ന പുസ്തകം ബൈബിളാണ്, വിശുദ്ധ ഗ്രന്ഥം. ദൈവം അഭിഷേകിച്ച വിശുദ്ധ ഗ്രന്ഥത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ 38-ാം അധ്യായത്തിൽ 6 മുതലുള്ള വചനമാണ്. അവൻ
ജ്യേഷ്ഠന്റെ ഭാര്യയെ തനിക്കും മക്കളുണ്ടാവാതിരിക്കാൻ വേണ്ടി, ജ്യേഷ്ഠന്റെ പേരിൽ മക്കളെ ജനിപ്പിക്കാതിരിക്കാൻ അവൻ എന്ത് ചെയ്തു? അവന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ നിയമാനുസൃതം ഇപ്പോൾ അവന്റെ ഭാര്യ, ആ ഭാര്യയോട് ശാരീരിക ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കെ മക്കളുണ്ടാകാതിരിക്കാൻ അവൻ ബീജം നിലത്തൊഴുക്കി കളഞ്ഞു. അടുത്ത വാക്കും കൂടി കേൾക്കണം. അവൻ ചെയ്ത ഈ പ്രവൃത്തി കർത്താവിന് അനിഷ്ടമായതിനാൽ അവനെയും അവിടുന്ന് മരണത്തിനിരയാക്കി. നോക്കണേ, ഇതെന്താ ഇവിടെ സംഭവിച്ചത്? ദൈവം ആദ്യമായിട്ടാണ് ഒരാളെ നോക്കണം, ഇങ്ങനെ ലൈംഗികതയുടെ മേഖലയിൽ ഒരു പാപം അവിടുന്ന് പച്ചയായിട്ട് എഴുതി വെക്കാൻ തീരുമാനമായി. ഒരു കിടപ്പുറയിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ നടന്ന ഒരിക്കലും നടക്കരുതാത്ത ഒരു ബന്ധം, ആ ബന്ധത്തെ അവിടുന്ന് ഇഷ്ടപ്പെട്ടില്ല. അതായത് ഭർത്താവും ഭാര്യയും ശാരീരികമായിട്ട് ബന്ധം പുലർത്തുന്ന സമയത്ത് ഭർത്താവിന്റെ ബീജാണുക്കൾ നിർബന്ധമായിട്ടും ഭാര്യയുടെ വജൈനയുടെ ഉള്ളിൽ വീണിരിക്കണം. അത് പുറത്തേക്ക് ഒഴുക്കി കളയേണ്ടതല്ല, അത് ശരീരത്തിൽ മറ്റെവിടെയും നിക്ഷേപിക്കപ്പെടേണ്ടതല്ല, അത് വജൈനയ്ക്കകത്ത് മാത്രം. അതാണ് ഞാൻ എടുത്തു പറഞ്ഞ പീനോ വജൈനൽ ഇന്റർകോഴ്സ്. അത് നിർബന്ധമായിട്ട് നടക്കണം. ഇന്ന് പല കിടപ്പറകളിലും ആ നേരം ആകുമ്പോഴത്തേക്ക് അതെടുത്ത് പുറത്തോട്ട് കളയും. ഇത് മനുഷ്യൻ പണ്ടേ ചെയ്ത കാര്യമാണ്. ഇനി ഒന്ന് ഓർത്തോ, ആ ചെയ്ത വ്യക്തിക്ക് അവൻ ചെയ്ത ഈ പ്രവൃത്തി കർത്താവിന് അനിഷ്ടമായതിനാൽ, ചെയ്ത ഈ പ്രവൃത്തി കർത്താവിന് അനിഷ്ടമായതിനാൽ അവനെയും അവിടുന്ന് മരണത്തിനിരയാക്കി. എന്തിന്? ബീജം പുറത്ത് കളഞ്ഞതിന്, അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ ഭാര്യയിൽ മക്കൾ ഉണ്ടാവാതിരിക്കാൻ ലൈംഗിക പ്രക്രിയയെ വഞ്ചിച്ചതിന്. സൃഷ്ടിച്ച ദൈവം നമുക്കത് ഏൽപ്പിച്ചു തരിക. ഒന്നും നിങ്ങൾ ഓർക്കണം, ലൈംഗികതയിൽ എന്തിനാണ് ഈ സുഖം തന്നത്? ഈ ആനന്ദം എന്തിനാ തന്നേ? അത് നമ്മളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് ആ എടുത്ത പണിക്ക് തമ്മിൽ കൂലി തരിക. അറിയുമോ നിങ്ങൾക്ക്? ഈ കൂലി അവസാനത്തേക്കാണ് കൊടുക്കുന്നത്. പണിക്കാർക്കൊക്കെ എല്ലാവരും എപ്പോഴാണ് കൂലി കൊടുക്കുന്നത്? പണി തുടങ്ങുന്ന പാടെ കൊടുക്കുമോ? ഇല്ല. ഞാനൊക്കെ പണിക്കാർക്ക് കൂലി കൊടുക്കുന്നത് പണി അവസാനം പൂർത്തീകരിക്കുമ്പോഴാണ്. അതുപോലെയാണ് ലൈംഗിക പ്രക്രിയ എന്ന വളരെ ഉദാത്തമായ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും അതിൻ്റെ കൂലി നൽകുന്നത് അതിൻ്റെ അവസാനത്തിലാണ്, അറ്റ് ദ എൻഡ്. പക്ഷേ കൂലി മാത്രം അവസാനം പിടിച്ചു വാങ്ങുകയും പണിയെടുക്കാതിരിക്കുകയും ചെയ്താൽ അതിനെന്ത് മറുപടിയാ പറയേണ്ടത്? ഓനാ ചെയ്തത് അതാണ്. പണി പൂർത്തിയാക്കിയില്ല, പണി പൂർത്തിയാക്കാതെ അവൻ കൂലി വേണം, അവൻ കൂലി മാത്രം എടുത്തു. ശിക്ഷ കൊടുത്തു ദൈവം. കർത്താവ് വളരെ കർശനമായിട്ട് തന്നെ മരണത്തിന് വിട്ടുകൊടുത്തു. അതും പോരാഞ്ഞ് അവിടുന്ന് എന്ത് ചെയ്തു? ഇത് എഴുതി വെച്ചു, ഡോക്യുമെന്റ് ചെയ്ത്, ലോകത്തിന് മുഴുവൻ പാഠമാവാൻ വേണ്ടി അവിടുന്ന് അത് എഴുതി വെച്ചു. ദിസ് ഈസ് വാട്ട്, ഞാൻ ദൈവം ഇതിനെ ഇങ്ങനെയാണ് കാണുന്നത്. ഒന്നും കൂടി പറയാം, ഇതാണ് ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ കോൺട്രാസെപ്ഷൻ. എന്താ കോൺട്രാസെപ്ഷൻ എന്ന് വെച്ചാൽ? ഗർഭനിരോധനം, ജീവനെ തടയുക. ലൈംഗികത ജീവനുണ്ടാകാൻ വേണ്ടി തന്നതാണ്, തമാശ കളിക്കാനല്ല. അല്ലാണ്ട് ഭാര്യയ്ക്കും ഭർത്താവിനും കൂടെ എൻജോയ് ചെയ്യാൻ തന്നതല്ല. ലൈംഗികതയിൽ ആനന്ദമുണ്ട്, എൻജോയ്മെന്റ് ഉണ്ട്. പക്ഷെ അത് ദൈവത്തോട് ചേർന്ന രീതിയിൽ ഈ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചിട്ട് മാത്രമേ ആ എൻജോയ്മെന്റ് എടുക്കാൻ നമുക്ക് അവകാശമുള്ളൂ. പണിയെടുക്കാതെ കൂലി വാങ്ങുന്ന കള്ളനായ ഭൃത്യൻ, ആൻഡ് യു ആർ ചീറ്റിംഗ് ദ ഗോഡ്. നമ്മൾ ദൈവത്തെ ചൂഷണം ചെയ്യുകയാണ്, ദൈവത്തെ ലൂട്ട് ചെയ്യുകയാണ്, അവിടുത്തെ കൊള്ളയടിക്കുകയാണ് ചെയ്യും. അവിടുന്ന് ഏൽപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ അതിവിശുദ്ധമായ ലൈംഗികതയിൽ മനോഹരമായ ആനന്ദം, ഈ ആനന്ദം മാത്രം നമ്മൾ ഊറ്റിയെടുക്കുമ്പോൾ സത്യത്തിൽ ആരോടാണ് നമ്മൾ മറുതലിക്കുന്നത്? സർപ്പത്തോട് കൂട്ടുചേർന്ന്, ആദ്യത്തെ പുരാതന സർപ്പമായ സാത്താനോട് കൂട്ടുചേർന്ന് സാത്താൻ കാണിച്ചു തരുന്ന ലൈംഗിക വിക്രസുകൾ കിടപ്പറയിൽ നമ്മൾ നടത്തുമ്പോൾ ദൈവത്തോട് നമ്മൾ മറുതലിപ്പാണ് കാണിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മറക്കാതിരിക്കുക. അതുകൊണ്ടാണ് ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ലൈംഗികത എന്ന് പറയുന്നത് ചിന്ന തമാശ കളിയല്ല, അതിവിശുദ്ധമായ പ്രക്രിയയാണ്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ കുതിര കയറുന്നത്, സർക്കസ് കളിക്കുന്നത്. നമുക്ക് എന്തും കാണിക്കാം. കല്യാണം കഴിച്ചിറങ്ങുന്ന ഓരോ ചെറുക്കന്മാരൊക്കെ എൻ്റെ ഈ പ്രീ കോഴ്സ് കൂടി കഴിഞ്ഞ് സംശയം ചോദിക്കാൻ എൻ്റെ അടുത്ത് വരും. ഇവർ ചോദിക്കുന്നത് കേട്ടാൽ നമ്മൾ തല കൈവച്ചു പോകും. അത്ര ഭയാനക ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇവരുടെയൊക്കെ വിചാരം കല്യാണം കഴിച്ചാൽ ഞങ്ങളുടെ ഇഷ്ടമാണ്, ഞങ്ങളാണ് പിന്നെ തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണോ വേണ്ടയോ. ആദ്യത്തെ ചോദ്യം പിള്ളേർ, സാറേ ഞങ്ങൾക്കൊരു 3 കൊല്ലത്തേക്ക് പിള്ളേർ വേണ്ട, ഞങ്ങൾക്കൊരു 3 വർഷത്തേക്ക് പിള്ളേർ വേണ്ട. ഇവൻ്റെയൊക്കെ വിചാരം എന്താ? നമ്മുടെ സമൂഹം, ക്രൈസ്തവ സമൂഹം ഇന്ന് അഭിമുഖീകരിക്കുന്ന അതിഭയാനകമായ മാൻപവറില്ലായ്മ, അതിന് തടയിടാൻ ഒറ്റ വഴിയുള്ളൂ. എത്രയും പെട്ടെന്ന് പിള്ളേരെ കെട്ടിച്ച് എത്രയും പെട്ടെന്ന് പിള്ളേരെ ജനിപ്പിക്കുക. ഇല്ലെങ്കിൽ കൊത്തുപാള എടുത്തിട്ട്, ഞാൻ പറയുന്നു, മറ്റൊരു സിറിയ, മറ്റൊരു ഇറാഖ് ഇവിടെ നടമാടും. ഇവിടുന്നൊക്കെ നമ്മൾ കുറ്റിയും പറിച്ച് ഓടേണ്ടി വരും, ഒരു സംശയവും വേണ്ട. കുറ്റി പറിച്ച് ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നും ക്രിസ്ത്യാനി മൊത്തം മുച്ചൂട് എടുത്ത് ഓടിച്ചു മാറ്റിയില്ലേ, ഓടിപ്പോയില്ലേ, കുറേ ഇടത്തിൽ കൊന്നുതള്ളിയില്ലേ. അധികം താമസിയാതെ ഇവിടെ അത് വരും. നിങ്ങൾ കാലത്തിന്റെ അടയാളങ്ങളെ വിവേചിച്ചറിഞ്ഞുകൊള്ളുക. സോറി.
ഒരു കോള് വന്നിട്ടുണ്ട്, ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ട്, കട്ടായാണ് ഉടനെ റീകണക്ട് ആയിക്കോളും, പേടിക്കണ്ട. ഓക്കെ, കട്ടായിട്ടില്ല തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊരു വളരെ പ്രധാനപ്പെട്ട മേഖലയാണ്. എന്താ പറയണ്ടേ, അപ്പം ഈ ദൈവത്തോട് ചേർന്നുള്ള സൃഷ്ടികർമ്മത്തിൽ സഹകരിക്കുക, ആ സഹകരണത്തിന് പ്രിയപ്പെട്ട ദമ്പതികളെ നമ്മൾ ഒരുങ്ങണം. ഇതിനാണ് ഈ വിവാഹ ഒരുക്ക സെമിനാർ. ഞാൻ 8 രൂപതയിൽ, ഞാൻ നമ്മുടെ താമരശ്ശേരി രൂപത, കോഴിക്കോട് രൂപത, മാനന്തവാടി, സുൽത്താൻ ബത്തേരി, മീനങ്ങാടി ജാക്കോബൈറ്റ്സ്, ബെൽത്തങ്ങാടി, പുത്തൂര്, ഇങ്ങനെ ഒത്തിരി രൂപതകളിൽ ഞാൻ പ്രിയഗാന കോഴ്സിന് ക്ലാസ് എടുക്കുന്നുണ്ട്. ഈ വിഷയം ഞാൻ വിവാഹ ഒരുക്ക സെമിനാറിലിരിക്കുന്ന ഓരോ ഭാവി വധൂവരന്മാരോട് വ്യക്തമായിട്ട് അർത്ഥസംഖ്യക്കിടയില്ലാത്ത വിധം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാ, വൈ ആർ യു ഗെറ്റിംഗ് മാരീഡ്? നിങ്ങൾ എന്തിനാണ് ദൈവത്തോട് ചേർന്ന് അവിടുത്തെ ഛായയും സാദൃശ്യവുമുള്ള മനുഷ്യ മക്കൾക്ക് ജന്മം കൊടുക്കാൻ? അതിനകത്ത് ആ പണി എടുത്തതിന് ദൈവം തരുന്ന കൂലി മേടിച്ചു. ദൈവം വെറുതെ ഒന്നുമല്ല പണിയെടുപ്പിക്കുന്നത്, കൂലി അന്തസ്സായിട്ട് കൂലി തന്നിട്ടാണ്. ഭർത്താക്കന്മാരെ ഓർക്കുക, നിങ്ങൾക്ക് എപ്പോഴാണ് കൂലി കിട്ടുന്നത്? നിങ്ങളുടെ ബീജം നിങ്ങളുടെ ഭാര്യയുടെ ശരീരത്തിൽ നിക്ഷേപിക്കുന്ന, അതായത് പണി പൂർത്തിയാക്കുന്ന നിമിഷത്തിലാണ് നിങ്ങളുടെ കൂലി. രതിമൂർച്ചയുടെ ആനന്ദം, പ്രകാശം, ക്ലൈമാക്സ്. ഭാര്യയ്ക്ക് എപ്പോഴാണ് കൂലി കിട്ടുന്നത്? ഭർത്താവിനോട് ചേർന്ന് ഈ പ്രക്രിയയിൽ അവനോട് സഹകരിക്കുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ ആ കൂലി കിട്ടുന്നത്. ദൈവം അത്ര കരുതലോടെ കരുതി വെച്ചത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ നിങ്ങൾ ചതിക്കുമ്പോൾ ഈ കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്നത് സത്യത്തിൽ ദൈവത്തെ ലൂട്ടി ചെയ്യുകയാണ്, അവിടുത്തെ കൊള്ളയടിക്കുകയാണ്, ചതിക്കുകയാണ്, പറ്റിക്കുകയാണ് ചെയ്യുന്നത്. ആർക്കാ പോണേ? നമ്മൾ ഈ കോൺട്രാസെപ്ഷനൊക്കെ കഴിഞ്ഞ 40-40 കൊല്ലമായിട്ട് ഇവിടെ നടത്തിയതിൻ്റെ ആ ദുരന്തഫലം ഇപ്പം നമ്മൾ അനുഭവിച്ചു തുടങ്ങി. ഇനി വലിയ രക്ഷയൊന്നുമില്ല. അധികം പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന ക്രൈസ്തവ കുടുംബങ്ങളെ നിങ്ങൾ ഓർത്തുകൊള്ളൂ, ഇനിയും പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജനിപ്പിച്ചോ മക്കളെ, ഇല്ല നിങ്ങൾക്ക് പണി കിട്ടാൻ പോവുകയാണ്, പണി കിട്ടാൻ പോവുക. ഇത് സെമിനാർ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇത് നിങ്ങളുടെ കിടപ്പറയിൽ നിർബന്ധമായിട്ടുണ്ടാവേണ്ട 3 കാര്യങ്ങളാണ്. എൻ്റെ കിടപ്പറയിലുണ്ട്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഈ ക്ലാസ് എടുക്കുന്നത്. ഞാൻ എൻ്റെ ബെഡ് കാണിച്ചു തന്നെ, ഞാനും എൻ്റെ ഭാര്യയും കിടന്നുറങ്ങുന്ന ബെഡ്, അതിൻ്റെ കൃത്യം നടുവിലായിട്ട് പുറകിലായിട്ട് ഒരു കുരിശുരൂപമുണ്ട്, തൂങ്ങപ്പെട്ട രൂപം. ഞങ്ങൾ എന്നും ആ തൂങ്ങപ്പെട്ട രൂപത്തിൻ്റെ 5 മുറിവുകളിൽ ചുംബിച്ചിട്ട് അണിയിക്കുന്നത്. 5 മുറിവുകളിൽ ഭാര്യ ഭർത്താക്കന്മാർ ചുംബിച്ചണിയിക്കണം. എന്തിനാണെന്നറിയാമോ? എനിക്ക് വേണ്ടി എൻ്റെ നാഥൻ അർപ്പിച്ച ബലിയാണ്, ഒരു വലിയ ബലി. ആ ബലിയാണ് എൻ്റെ രക്ഷ, എന്നെ രക്ഷയിലേക്ക് നയിച്ച ബലിയാണ്. ആ പരിശുദ്ധ ബലി, ആ ബലിയർപ്പണത്തിന് പോലെ തന്നെ ഒരു ബലിയാണ് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഞങ്ങളുടെ കിടപ്പറ ബലിയിൽ അർപ്പിക്കുന്ന ആ ബലി. ആ ബലിയർപ്പണത്തിൽ അശുദ്ധി കടന്നു വരാൻ പാടില്ല. നിങ്ങളുടെ കർത്താവ് നോക്കിക്കൊണ്ടേയിരിക്കണം. നിങ്ങൾ അർപ്പിക്കുന്ന ബലി, ഞാനൊരു അലങ്കാരിക ഭാഷ പറഞ്ഞതേ ഉള്ളൂ, പക്ഷെ തമ്പുരാൻ കർത്താവ് അവിടെ നമ്മളെ കാണുന്നുണ്ട്. നമ്മൾ അർപ്പിക്കുന്ന ബലിയിൽ സ്വർഗം കൊതിയോടെ നോക്കിയിരിക്കുക. ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും വർദ്ധമാനമായ രീതിയിൽ ഭൂമിയിൽ പെരുകപ്പെടാൻ അവിടുന്ന് നോക്കിയിരിക്കുക. ഈ കുരിശുരൂപം ഞാൻ എവിടെയും ഒരിടത്ത് വായിച്ചു, ഈ പോർട്ടുഗലിലാണെന്ന് തോന്നി. അതൊരു പോർട്ടുഗൽ, അവിടെ കല്യാണം കഴിക്കാൻ വേണ്ടി ചെറുക്കനും പെണ്ണും പള്ളിയിലോട്ട് പോകുമ്പോൾ അവർ ഒരു പുതിയ കുരിശുരൂപം വാങ്ങും, തൂങ്ങപ്പെട്ട രൂപം വാങ്ങും. ആ തൂങ്ങപ്പെട്ട രൂപം കൊണ്ടാണ് അവർ പള്ളിയിലേക്ക് കല്യാണത്തിന് പോവുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കല്യാണ സമയത്ത് അന്ന് വെഞ്ചരിച്ചിട്ട് അവരുടെ കിടപ്പുമുറിയിൽ ആ രൂപം സ്ഥാപിക്കും എന്നാണ് പറഞ്ഞു. അവിടെയാണ് ഏറ്റവും കുറഞ്ഞ വിവാഹമോചനങ്ങൾ. ഈ ഒരു രാജ്യത്താണ് ഏറ്റവും കുറഞ്ഞ വിവാഹമോചനം. എന്തുകൊണ്ടാണ്? വിവാഹത്തിനകത്ത് ഭാര്യയും ഭർത്താവും മാത്രമല്ല, കർത്താവും കൂടിയുണ്ട്. ക്രൂശിതനായ ക്രിസ്തു അവിടെ അർപ്പിച്ച ബലി, അതിൻ്റെ ഓർമ്മ അവിടെ ആവർത്തിക്കപ്പെടണം. കിടപ്പറകളിൽ, ഓരോ കിടപ്പറയിലും ഭാര്യ ഭർത്താക്കന്മാർ അനുഷ്ഠിക്കുന്നത് ഈ വിശുദ്ധ ബലിയ, ലൈംഗിക ബന്ധത്തിലൂടെയുള്ള അതിവിശുദ്ധ ബലി. ആ ബലിയർപ്പണം പരിശുദ്ധമാണോ? അതിന് മാത്രം നിങ്ങളുടെ ശരീരങ്ങളും ആത്മാവും മനസ്സും ഒരുങ്ങിയിട്ടുണ്ടോ? ആ വിശുദ്ധിയിലല്ലെങ്കിൽ, ചാവുദോഷത്തിലാണെങ്കിൽ ഈ ബലി അർപ്പിക്കാൻ നിങ്ങൾ പോകരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. കിടപ്പറയിൽ പ്രാർത്ഥിച്ചൊരുങ്ങി. അത് തോബിത്തിന്റെ പുസ്തകത്തിൽ അറിയാം. തോബിത്തിന്റെ ആ വായിക്കാൻ സമയമില്ല, നമുക്ക് ലേറ്റ് ആവുന്നു, 6:30 ഇപ്പം തന്നെ. അപ്പോൾ അവിടെ പ്രാർത്ഥിച്ചൊരുങ്ങി. അപ്പം ആ നിർബന്ധമായിട്ടും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കുടുംബങ്ങൾക്കൊരെടുത്ത് എന്നൊരു അപ്പസ്തോലിക ലേഖനത്തിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെയാ പറയുന്നത്, അതിന്റെ 16-ാം ഖണ്ഡികയിൽ, 4-ാം ഖണ്ഡികയിൽ, കുടുംബങ്ങൾക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട ഈ വർഷത്തിൽ ദാമ്പത്യ സ്നേഹം ശിശുക്കളെ ജനിപ്പിക്കുന്നതിലേക്ക് കടക്കുന്ന സൂക്ഷ്മവും നിർണായകവുമായ ആ നിമിഷത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ കേന്ദ്രീകരിക്കപ്പെടേണ്ടതല്ലേ? നോക്കണേ, ദാമ്പത്യ സ്നേഹം ശിശുക്കളെ ജനിപ്പിക്കുന്നതിലേക്ക് കടക്കുന്ന, എന്ന് വെച്ചാൽ ലൈംഗിക ബന്ധം, ആ സൂക്ഷ്മവും നിർണായകവുമായ നിമിഷത്തിലേക്ക്. എന്നിട്ടൊരു ഹൈഫൻ ഇട്ടിട്ട് അവിടെ എഴുതിയിരിക്കുക, അങ്ങനെ പിതൃത്വത്തിലേക്കും മാതൃത്വത്തിലേക്കും കിടക്കുന്ന സൂക്ഷ്മവും നിർണായകവുമായ ആ നിമിഷത്തിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനകൾ കേന്ദ്രീകരിക്കപ്പെടേണ്ടതല്ലേ? പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്തിന്റെ പ്രവഹിക്കൽ അവശ്യാവശ്യകമായ നിമിഷം കൃത്യമായി അതല്ലേ?
അതിനുവേണ്ടിയാണല്ലോ വിവാഹം എന്ന കുദാശയിൽ വൈദികൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര പേർക്കറിയാം പ്രാർത്ഥിച്ചൊരുങ്ങി ബന്ധപ്പെടണമെന്നുള്ള കാര്യം? ലൈംഗിക ബന്ധം നിങ്ങൾ കുദാശ അർപ്പിക്കുക, നിങ്ങൾ പരിശുദ്ധ ബലി അർപ്പിക്കാൻ പള്ളി വരുമ്പോൾ പ്രാർത്ഥിക്കുകയല്ലേ, ഈശോയെ നാവിലേക്ക് സ്വീകരിക്കുന്നതിന് പ്രാർത്ഥിച്ചൊരുങ്ങിയല്ലേ? എന്തിയെ ഈ ബലിയർപ്പണത്തിൽ മാത്രം പ്രാർത്ഥനയില്ലാത്ത പോയി? ഇതൊരു ബലിയർപ്പണമല്ലേ? ഇതൊരു തമാശ കളിയാണോ? നോ, സെക്സ് ഈസ് എ സാക്രിഫൈസ്. അതൊരു ബലിയാണ്. ഭർത്താവ് ഭാര്യയ്ക്ക് അർപ്പിക്കുന്നു, ഭാര്യ ഭർത്താവിന്, പരസ്പരം അർപ്പിക്കുന്ന ബലി. സർവശക്തൻ നമുക്ക് വേണ്ടി അർപ്പിച്ച ബലി നമ്മൾ പരസ്പരം അർപ്പിക്കുക, ലോകത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, അവിടുത്തെ മക്കൾ ഭൂമിയിലേക്ക് പിറക്കാൻ വേണ്ടി. കിടപ്പറയിൽ അരുതാത്ത കാര്യങ്ങൾ ഓടിച്ചെന്ന് പറയാം. ദയവ് ഇത് ഭർത്താവ് ഭാര്യയോ ഭാര്യ ഭർത്താവിനെയോ വഴക്കോ പറയരുത്. നെവർ വാച്ച് പോൺ, ബ്ലൂ ഫിലിം. പോൺ എന്ന് വെച്ചാൽ ചിലർക്ക് മനസ്സിലാവുന്നില്ല. പോണോഗ്രാഫി ഒരിക്കലും കിടപ്പറയിൽ നിന്നല്ല, ഒരിക്കലും കണ്ടേക്കരുത്. ഞാനൊരു ചെറിയ കാര്യം പോണോഗ്രാഫിയെ പറ്റി അടുത്ത സെഷനിൽ പറയുന്നുണ്ട്, 5 മിനിറ്റ് എടുത്ത് പറയാം. മൂവി ക്ലിപ്പുകൾ, എറോട്ടിക് മൂവീസ്, ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. എനിക്കാണെങ്കിലും കണ്ടാൽ നല്ല രസമാണ്. പക്ഷെ കാണുമ്പോൾ പാപമാണ് മനസ്സിലേക്ക് കടന്നു വരിക. പങ്കാളിയുടെ ലൈംഗിക താല്പര്യത്തെ കെടുത്തുന്ന ഒരു സംസാരവും കിടപ്പറയിൽ ഉണ്ടാവാൻ പാടില്ല. ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഭാവി ദമ്പതികൾ എന്നോട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന്റെ മറുപടി അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, നിങ്ങൾക്കും ആവശ്യമുണ്ട്. കാരണം ഞാൻ പറയുകയാണ്, മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഹസ്ബൻഡിനോ ഭാര്യയ്ക്കോ ഭർത്താവിനോ അവരുടെ ശരീരത്തിലെ ജനൈറ്റൽസിനെ എങ്ങനെ വേണമെങ്കിലും സ്റ്റിമുലേറ്റ് ചെയ്യാം. ഞാനിത് പറയുമ്പോൾ എനിക്കൊരു ലിമിറ്റ് വിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത് ഒരു എന്താ പറയുക, ഒരു പ്രീകാന കോഴ്സ് അല്ല. പ്രീകാന കോഴ്സ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ അതാണ് ഓറൽ സെക്സ്. ഓറൽ സെക്സും ഓറൽ സ്റ്റിമുലേഷനും രണ്ടും രണ്ടാണ് എന്ന് ആദ്യം നിങ്ങൾ തിരിച്ചറിയുക. ദെയർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ്. ചുംബനം ഒരു ഓറൽ സ്റ്റിമുലേഷനാണ്. ശരീരത്തിൽ എവിടെ വേണമെങ്കിലും ചുംബിക്കാം. ദെയർ ഈസ് നോ ഇഷ്യൂ. ഇതിനപ്പുറത്തേക്ക് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. പക്ഷെ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഓറൽ സെക്സ് ഇസ് ഡിഫറെന്റ്, ദാറ്റ് ഈസ് എ സിൻ. ഓറൽ സെക്സ് ഒരു ഗുരുതരമായ പാപമാണ്. whereas oral stimulation, it is a part of foreplay, മുന്നൊരുക്കത്തിന്റെ ഭാഗമാണ്. തിരിച്ചറിയുക. അതുകൊണ്ടാണ് രണ്ടാമത്തെ സെന്റൻസ് എഴുതി, മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് കൾമിനേറ്റ്സ് ഇൻ മ്യൂച്വൽ മാസ്റ്റർബേഷൻ. ഹെൻസ് അറ്റ്മോസ്റ്റ് കെയർ. ഭർത്താക്കന്മാരുടെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഒഴിവാക്കാൻ, ഭാര്യമാർക്കുള്ള ഓർഗാസ്മിയ, രതിമൂർച്ഛാരാഹിത്യം, ഇതിനൊക്കെ ഒരു പരിധി വരെ പരിഹാരമാണ് ഓറൽ സ്റ്റിമുലേഷൻ. അത്രേ എനിക്ക് പറയാനുള്ളൂ. മ്യൂച്വൽ ഓർഗാസത്തിന്റെ പിരിവുള്ള പ്രസക്തിയില്ല. അപ്പം സാങ്ക്ടിറ്റി ഓഫ് ദ ബെഡ്റൂം, പ്രിയപ്പെട്ടവരെ, ഇത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം. എങ്ങനെയാണ്? രണ്ടുപേരും നമ്മൾ മാരക പാപത്തിലാണെങ്കിൽ, മോർട്ടൽ സിനിലാണെങ്കിൽ ബന്ധപ്പെടരുത്. കുമ്പസാരിച്ച് വിശുദ്ധി നേടിയതിന് ശേഷം മാത്രമേ നമ്മൾ ശാരീരിക ബന്ധത്തിലാകാൻ ചെയ്യാൻ പാടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ പ്രസന്റേഷൻ അവസാനിക്കുകയാണ്. ഞാൻ അവസാനത്തെ പ്രസന്റേഷനിലേക്ക് വരികയാണ്. അതിന് പിതാവ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ലാസ്റ്റ് പ്രസന്റേഷനിലേക്ക് വരുമ്പോഴേ നമുക്ക് വേറൊന്നുമില്ല, പോണോഗ്രാഫിയുടെ ഇന്നത്തെ ഒരു വലിയ ദുരന്തത്തെപ്പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ ഒത്തിരി ജീവിതങ്ങളെ നശിപ്പിച്ചതാണ് ഈ പോണോഗ്രാഫി. അപ്പൊ നമുക്ക് അടുത്ത പ്രസന്റേഷനിലേക്ക്, ഒറ്റ പ്രസന്റേഷൻ കൂടി ഉള്ളൂ, വേഗം തീർക്കാമത്. പോണോഗ്രാഫി ഇന്ന് എത്ര വ്യാപകമായിട്ട് നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വന്നു, അത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ തകർക്കുന്നതെന്ന് കാണിക്കാനായിട്ടാണ്. ഈ പ്രസന്റേഷൻ അത് പോസായാലും ഒരു സെക്കൻഡ് വീഡിയോ എന്തോ വന്നിട്ടുണ്ട്. 1 സെക്കൻഡ്. ഓക്കെ ഫാമിലി പ്രസന്റേഷൻ ഇതാ വരുന്നു. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് പ്രസന്റേഷൻ വന്നു കാണും. ഇത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട ടോപ്പിക്ക് തന്നെയാണ്. ഇത് ഇന്റർനെറ്റിൽ 2015 ഒരു പോൺ ഹബ് എന്നൊരു സൈറ്റ് റിലീസ് ചെയ്ത് അവരുടെ പോൺ ട്രാഫിക്കിന്റെ ഡേറ്റയാണ്. 2015 ഡേറ്റ നോക്കിക്കോളൂ. എത്ര കോടി മനുഷ്യരാണ് പോണോഗ്രാഫി വാച്ച് ചെയ്തെന്ന് നോക്കും. 2015 ഡേറ്റ, 16, 17, 18 വരെ വന്നു കഴിഞ്ഞു. 439,24,86,550 മണിക്കൂർ ഒരൊറ്റ സൈറ്റിൽ ഒരു വർഷം മനുഷ്യർ ബ്ലൂ ഫിലിം കാണാൻ വേണ്ടി വാച്ച് ചെയ്ത മണിക്കൂറുകളാണ്. അതിനെ വർഷമായിട്ട് കൺവേർട്ട് ചെയ്തു. മണിക്കൂറിന് വർഷമാക്കിയപ്പോൾ 5,01,425 വർഷം. എത്ര കോടി വീഡിയോകളാണ് ആൾക്കാർ കണ്ടത്. ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്, പോൺ സ്റ്റാർസ് വന്ന് പുറത്തിറങ്ങി പറയാൻ തുടങ്ങി പബ്ലിക്കിനോട്, ഗെറ്റിംഗ് ഐഡിയാസ് അബൌട്ട് സെക്സ് ഫ്രം പോൺ മേ നോട്ട് ബി ഹെൽത്തി ഫോർ യുവർ റിലേഷൻഷിപ്പ്. നിങ്ങളുടെ ദമ്പതികളുടെ ബന്ധത്തിന് അത് ഹെൽത്തി ആയിരിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രസക്തമായ കാര്യം. ഇന്ന് ഒത്തിരി കിടപ്പറകൾ തകരുന്നത് ഭർത്താക്കന്മാര് ബ്ലൂ ഫിലിം കണ്ടിട്ട് വരും, ഭാര്യ
അതുപോലെ ബ്ലൂ ഫിലിമിൽ അഭിനയിക്കുന്ന അഭിനേത്രി എങ്ങനെയാണോ അഭിനയിക്കുന്നത് അതുപോലെയൊക്കെ അഭിനയിച്ചു കൊടുക്കണം. ഇത് എന്നോട് സങ്കടത്തോടെ കണ്ണുനീർത്തുള്ളി ഒഴുക്കിക്കൊണ്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ടും ഓരോ പെൺകൊച്ചുങ്ങളെ ഷെയർ ചെയ്യുന്ന കാര്യം സഹിക്കാൻ മേല ഡോക്ടറെ, ഞങ്ങൾ മടുത്തു. എന്നാലും ആ മനുഷ്യന് വേണ്ടി ഞങ്ങളത് ചെയ്യും. അയാൾക്ക് അതൊന്നും പോലെ അവസാനം അയാൾ കമ്പയർ ചെയ്യാൻ തുടങ്ങും. എന്നെയും നിന്നെ കണ്ടിട്ട് അവളെ പോലെ അല്ല ഇരിക്കുന്നത്. ഇങ്ങനെ ഈ വളരെ മ്ലേച്ഛമായ കാര്യങ്ങൾ, ഇത് ഇത്രയും ഞാൻ വേദനയോടുകൂടി ഞാനിത് ഈ ടോപ്പിക് എടുക്കണമെന്ന് വിചാരിച്ചത്. പക്ഷെ നിങ്ങളോട് പറഞ്ഞില്ലേ പിന്നെ ആരോടാണ്? കാരണം ഇന്ന് കിടപ്പറകളിലേക്ക് സാത്താൻ വന്നിരിക്കുന്ന ഒരു വിഷക്കനിയാണ്, കൊണ്ടുവന്നിരിക്കുന്ന വിഷക്കനിയാണ് പോണോഗ്രാഫി. ആ വിഷക്കനി രണ്ടുപേരും കൂടെ ഭക്ഷിച്ചു നമ്മൾ പാപത്തിന്റെ പടുകുഴിയിലേക്ക് തെന്നി വീഴുക ചെയ്യും. സോ ഇറ്റ് ഈസ് ടൈം ഫോർ us to stop underestimating this porn issue. ഇതൊരു നിസ്സാര സംഗതിയൊന്നുമല്ല, വളരെ ഗൗരവമേറിയ സംഗതിയാണ്. നമ്മുടെ സമൂഹത്തിൽ നിന്ന് സ്ത്രീകളും കുട്ടികളും ചവിട്ടി അരയ്ക്കപ്പെടുന്നത് ദിവസേന എന്നോണം നിങ്ങൾ മാധ്യമങ്ങളിലൂടെ വായിക്കുന്നു. യുപിയിലും ഡൽഹിയിലും ഹരിയാനയിലും ഗുജറാത്തിലും അവിടെ ഇവിടെ എന്തുമാത്രം ഭയാനകമായ രീതിയിൽ. വൈ? എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയുമോ? ദ ഓൺലി റീസൺ ഇസ് പോണോഗ്രാഫി. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1980 ഒരു കൊച്ചു പുസ്തകം എഴുതി. അതിന്റെ എൻ്റെ അടുത്ത് ഒരു ചെറിയ കോപ്പി ഉണ്ടായിരുന്നു, ഇംഗ്ലീഷിലാണത് എനിക്ക് കിട്ടിയത്. അതിന്റെ പേര് ഇതാണ്, പോർണോഗ്രാഫി ആൻഡ് വയലൻസ്. പോർണോഗ്രാഫി ആൻഡ് വയലൻസ് എന്ന പുസ്തകം ആദ്യമായിട്ട് പരിശുദ്ധ കത്തോലിക്കാ തിരുസഭയുടെ ഭൗമിക പരമാധ്യക്ഷനായ മാർപ്പാപ്പ തിരുമേനി എഴുതി. പോർണോഗ്രാഫി ഇൻവേരിയബിളി ലീഡ്സ് ടു വയലൻസ്. നമ്മൾ കാണുന്നുണ്ടോ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ ചവിട്ടി അരയ്ക്കപ്പെടുന്നത്, കൂട്ട ബലാത്സംഗത്തിന് ശേഷം ചവിട്ടി അരച്ച് കൊല്ലുന്നത്? വയലൻസും പോർണോഗ്രാഫിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി മാർപ്പാപ്പ പറഞ്ഞപ്പോൾ നമ്മളിൽ എത്ര പേര് കേട്ടു അത്? ആ പുസ്തകം എൻ്റെ അടുത്ത് കാണാൻ ഞാൻ കുറെ നോക്കി, ഇപ്പൊ കാണുന്നു, എനിവേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു സാംസ്കാരിക അർബുദമായിട്ട് പോർണോഗ്രാഫി മാറി. കൾച്ചറൽ ക്യാൻസർ. ഇന്റർനെറ്റ് പോർണോഗ്രാഫി ഇപ്പൊ നമ്മളിങ്ങനെ സൂം കോൺഫറൻസിലൂടെ ഈ ക്ലാസ് എടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ്സ് എ വൈറസ്, ദാറ്റ് ഈസ് ദ COVID-19 വൈറസ്, അല്ലെ? SARS-CoV. എനിവേ, അപ്പം ഇതുപോലെ തന്നെ ഒരു വൈറസാണ് ഈ പോർണോഗ്രാഫി. കുടുംബത്തിനകത്ത് കിടപ്പറകളിലേക്ക് നുഴഞ്ഞു കയറി, എന്നിട്ടോ അണുകുടുംബത്തെ തകർത്തു, അതിന്റെ സ്പിരിച്വാലിറ്റിയെ തകർത്തു, മൊറാലിറ്റിയെ തകർത്ത് തരിപ്പണമാക്കി. ഇറ്റ് ഈസ് എ പെർവേസീവ് എപ്പിഡമിക് ഇൻഫെക്ടിങ് മില്യൺസ് ഓഫ് ഫാമിലീസ്. ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു പെർവേസീവ് എപ്പിഡമിക്കാണ്. എന്നുവെച്ചാൽ ലൈംഗികതയുടെ വിശുദ്ധി എങ്ങനെയാണോ നടത്തേണ്ടത് അതിന് നേരെ വിപരീതമായിട്ട് ഒരു പെർവേർഷൻ, ലൈംഗിക വൈകൃതം, സെക്ഷുവൽ പെർവേർഷൻ, അതാണ് ഇന്ന് കിടപ്പറ. അത് ഒന്നും രണ്ടും കുടുംബമൊന്നുമല്ല, ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളെയാണ് ഈ സെക്ഷുവൽ പെർവേർഷൻ ബാധിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കിടപ്പറ അത് സാത്താൻ ഒരൊറ്റ കാര്യമുള്ളൂ, ദാമ്പത്യ ബന്ധത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന കൃപാവരം നിങ്ങൾക്ക് കിട്ടരുത്. സാത്താൻ അറിയാം, ഓരോ ദാമ്പത്യ ബന്ധവും കൂദാശയാണ്. ഇറ്റ്സ് എ സാക്രമെന്റ്, പരിശുദ്ധ കൂദാശയാണ്. ഓരോ തവണയും ദമ്പതികൾ അതിവിശുദ്ധമായിട്ട് ഇണചേരുമ്പോൾ ദമ്പതികൾക്ക് ദൈവത്തിൽ നിന്ന് വരപ്രസാദം ലഭിക്കുന്നുണ്ട്. ഈ വരപ്രസാദമാണ് അവരുടെ ഭൂമിയിലെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പാപത്തിലേക്ക് വീഴാതെയുള്ള ഈ വരപ്രസാദം നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ നിങ്ങളെ അതിന് മറുതലിപ്പിക്കണം. നിങ്ങളുടെ കിടപ്പറ കട്ടിലിന് കീഴെ പിശാചിരിപ്പുണ്ട്, സാത്താൻ ഈ പോണോഗ്രാഫി കൊണ്ടിരിപ്പുണ്ട്. അവനത് നിങ്ങളെ കാണിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല നമുക്ക് ലഭിക്കേണ്ടുന്ന ഗ്രേസ്, ആ ദാമ്പത്യ ധർമാനുഷ്ഠാനത്തിലൂടെ ലഭിക്കുന്ന വരപ്രസാദം നമ്മൾ വെട്ടിമുറിച്ച് കളയുകയാണ്, കട്ട് ചെയ്ത് കളയുകയാണ്, ബ്ലോക്കിംഗ് ഇറ്റ്. നമ്മൾ അറിയുന്നില്ല സാത്താൻ അവിടെ കൈകുട്ടിച്ചിരിക്കുക. ഇന്ന് കിടപ്പറകൾ ഇന്ന് ശരിക്കും യുദ്ധക്കളങ്ങളാണ് പലപ്പോഴും. അവിടെ പരിശുദ്ധമായ കൂദാശ അർപ്പിക്കേണ്ടതിന് പകരം സാത്താൻ അർപ്പിക്കപ്പെടുന്ന കറുത്ത പൂജകൾ, ബ്ലാക്ക് മാസ് അർപ്പിക്കുന്ന കറുത്ത പൂജകളുടെ ബ്ലാക്ക് മാസ് സാത്താൻ ആരാധനാ കേന്ദ്രങ്ങളായിട്ട് മാറുകയാണ് നമ്മുടെ പലരുടെയും കിടപ്പറകൾ. നിങ്ങൾ പോൺ എവിടെ കണ്ടോ അവിടെ സാത്താൻ ആരാധന. യു ആർ വർഷിപ്പിംഗ് ദ സൈറ്റൻ. പോണോഗ്രാഫിയുടെ ഉപജ്ഞാതാവായ സാത്താനെ നമ്മൾ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സത്യത്തിൽ ബ്ലൂ ഫിലിം കണ്ടുകൊണ്ട് ദമ്പതികളെ നിങ്ങൾ നടത്തുന്ന ലൈംഗികത ഇറ്റ്സ് എ പ്യുവർലി സൈറ്റൻ വർഷിപ്പ്. സാത്താന് നിങ്ങൾ ആരാധന കൊടുക്കുന്നു, അവൻ ഇഷ്ടത്തോടെ സ്വീകരിക്കുകയാണ്. കാരണം ദമ്പതികളിലേക്ക് കൃപയ്ക്ക് പകരം ഒഴുകുന്നത് സാത്താന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന അവന്റെ സാധനങ്ങളാണ്. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അടുത്തത് ഹിഡൻ അജണ്ടയൊക്കെ ഉണ്ട്, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സാത്താൻ ഒറ്റ അജണ്ടയേ ഉള്ളൂ. സൈറ്റനിസ്റ്റ് അജണ്ട ഈസ് ടു ഡിസ്റപ്റ്റ് ദ ഫാമിലി യൂണിറ്റ്. കുടുംബമാണ് സഭയുടെ ഏറ്റവും അടിസ്ഥാനതും ചെറുതുമായിട്ട് ഏറ്റവും പ്രഥമമായ ഘടകം എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ സൂനോദോസ് എക്ലേഷ്യ ഡൊമസ്റ്റിക്, ഗാർഹിക സഭ, ഗൃഹമാണ് സഭ. കുടുംബമേ നീ എന്താകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവോ അതായി തീരുക എന്ന് പറഞ്ഞ ആ കുടുംബത്തെ നശിപ്പിക്കാൻ സാത്താൻ ഇതെല്ലാം കൊണ്ടുവന്നു. അതായത് ഫോൺ കാണുന്ന കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും രണ്ട് ധ്രുവങ്ങളിലായ ആ കുടുംബം തകർന്നു. നിങ്ങൾക്കറിയുമോ, എൻ്റെ വീട്ടിൽ
മക്കൾക്ക് അറിയാം അപ്പൻ ഒരു കാര്യം പറഞ്ഞാൽ അമ്മ അതിനപ്പുറത്തേക്ക്, അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും അമ്മ മിണ്ടിയല്ല. അമ്മ ചിലപ്പോൾ എന്നെ തിരുത്താൻ രാത്രി വിളിക്കായിരുന്നു, അത് വേറെ കാര്യം. പക്ഷേ മക്കളുടെ മുൻപ് വെച്ച് പറയും. കാരണം വെച്ചാൽ അതുകൊണ്ട് ഞാനൊരു കാര്യം നോ പറഞ്ഞാൽ അമ്മ വഴി അത് സാധിച്ചെടുക്കാമെന്ന് ആർക്കും പ്രതീക്ഷയില്ല, ആരും ഒട്ടും ചെയ്യത്തുമില്ല. കാരണം ഞങ്ങൾ ഒറ്റക്കെട്ടാം. പിള്ളേർ ചിലപ്പോൾ ചില കാര്യങ്ങൾ അമ്മയോട് ചോദിക്കും, അമ്മയെ ഞാനൊന്ന് ഇവിടെ പൊക്കോട്ടെ. ചാച്ചനോട് ചോദിക്കും, ഒറ്റ മറുപടി ചാച്ചനോട് ചോദിക്കും. ചാച്ചൻ പറഞ്ഞാൽ പോവാം. ചാച്ചനോട് ചോദിച്ച് ചാച്ചൻ പറഞ്ഞിട്ട് ചാച്ചൻ അനുവാദം കൊടുക്കാതെ അമ്മയുടെ അനുവാദം മേടിച്ച് അവർക്ക് പോകാൻ പറ്റില്ല. അത് കുടുംബം ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടാണ്. ഇന്ന് അപ്പൻ അനുവാദം കൊടുത്തില്ലെങ്കിൽ അമ്മ അനുവാദം കൊടുക്കും, അമ്മ കൊടുത്തില്ല അപ്പം കൊടുക്കും. തകർന്ന കുടുംബങ്ങളുടെ ഒരു ചിത്രമാണ് ഞാനീ പറയുന്നത്. പിള്ളേർക്ക് ചിരി വരും, പക്ഷേ നിങ്ങളെ അവർ സമർത്ഥമായിട്ട് വഞ്ചിക്കുകയാണ്. കുടുംബം തകർന്നാൽ സാത്താന് പണി എളുപ്പമായി. ഇന്ന് നമ്മുടെ ബഹുഭൂരിപക്ഷം കുടുംബങ്ങളിലും ഈ പൈശാചിക ആരാധനയും അതിൻ്റെ ഫലമായിട്ട് വരുന്ന തിന്മകളുമാണ് കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് പോണോഗ്രാഫി വന്നത്? ഞാൻ പറയണ്ടല്ലോ, ആ പൊല്യൂഷൻ എങ്ങനെയാണ് വന്നത്? ഇന്റർനെറ്റ്, സിനിമ, ടെലിവിഷൻ, സംഗീതം, പല പല മേഖലകളിലായിട്ട് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ബൈ സെക്ഷുവലൈസിങ് ദ യൂത്ത്. ഒരു യുവജനങ്ങളെ കൺട്രോളിങ് ദ റിമോട്ട്ലി. സാത്താൻ റിമോട്ട്ലി കൺട്രോൾ ചെയ്യുക ചെയ്യുന്നത്. വസ്ത്രധാരണത്തിന്റെ മേഖല, ചെറിയ കൊച്ചുങ്ങളെ പോലും വളരെ മ്ലേച്ഛമായിട്ട് വസ്ത്രം ധരിപ്പിക്കും. ആ കൊച്ചുങ്ങൾക്ക് ആ കൾച്ചറിലെല്ലാം സെക്ഷുവലൈസിങ് കൾച്ചറിലേക്ക് അവർ വരും. കുഞ്ഞുനാളിൽ അല്പവസ്ത്രം ധരിപ്പിച്ചിട്ട് കൊച്ചു ഒരിക്കലും വലുതായി കഴിഞ്ഞാൽ നേരാമണ്ണം വസ്ത്രം ധരിക്കുക. അമ്മമാരെ പ്രത്യേകം ഓർത്തു, അമ്മയ്ക്കും അപ്പനും ഉണ്ട് ഉത്തരവാദിത്വം. എൻ്റെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ അപക്വമായ രീതിയിൽ വസ്ത്രം ധരിച്ചിറങ്ങുന്ന അവിടെ ഞാൻ നിർത്തും. കേരളി അകത്ത് ഞാൻ പറയും എങ്ങോട്ടായി പോകണം? മര്യാദയ്ക്ക് തുണി എടുത്തിട്ട് ഇറങ്ങിയാൽ മതി പുറത്തേക്ക്. പിള്ളേർക്ക് കൽപ്പ് വരും, സംഭവിച്ചിട്ടുണ്ട്. ഞാൻ തിരിച്ചകത്ത് കയറ്റിയിട്ടുമുണ്ട്. അപ്പൻ എന്ന നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്വമാണ്, എൻ്റെ ഭാര്യയുടെ എൻ്റെ ഉത്തരവാദിത്വമാണ്. കാരണം തമ്പുരാന്റെ മുമ്പിൽ ഞങ്ങൾ കണക്ക് കൊടുക്കണം, കൃത്യമായിട്ട് കണക്ക് കൊടുക്കണം. പോണോഗ്രാഫിയുടെ ഇഫക്ട്സ് സൊസൈറ്റിയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് മെയിൽ വ്യൂവേഴ്സ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഇരകൾ. പുരുഷന്മാർ ഇത് കാണുന്ന പുരുഷന് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ആ ബ്ലൂ ഫിലിമിൽ കാണുന്ന സ്ത്രീയുടെ അതേ ആകാര ഭംഗി, രൂപപടി, ഇതൊക്കെ അവനിങ്ങനെ സ്വപ്നം കാണും. അതേ രീതിയിലാണ് അവന്റെ ഭാര്യയെ കിടപ്പറയിൽ പ്രതിഷ്ഠിക്കുന്നത്. പക്ഷെ എന്താ സത്യം? എ റിയൽ വുമൺ കനോട്ട് കോമ്പീറ്റ്. ഒരു സാധാരണ സ്ത്രീക്ക് ഇതിനോട് മത്സരിക്കാൻ പറ്റില്ല. അവൾ റിജക്റ്റ് ചെയ്യപ്പെടും. കിടപ്പറയിൽ അങ്ങനെ ഭാര്യമാര് നിഷ്കരുണം തള്ളപ്പെട്ട് കളയും. അടുത്തത് പ്രധാനപ്പെട്ട പോയിന്റുകൾ ചുരുക്കി പറയാൻ അവസാനിപ്പിക്കാൻ പോകുകയാണ്. വെരി കൺവീനിയന്റ്, ചീപ്പ്, കാശ് മുടക്കാതെ സ്വകാര്യമായിട്ടിരുന്ന് കാണാൻ പറ്റും, സ്വന്തം മൊബൈൽ ഫോൺ വെച്ചിട്ടൊക്കെ ആയിട്ട്, സെൽഫോൺ, ടാബ്ലറ്റ്. പോണോഗ്രാഫിയുടെ മെയിൻ പ്രശ്നം അഡിക്ഷനാണ്. കണ്ടു തുടങ്ങിയാൽ അവിടുന്ന് ഊരിപ്പോരാൻ പറ്റില്ല. അത് അവസാനം കിടപ്പറയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അവസാനം ഡൈവോഴ്സിലെത്തുകയും ചെയ്യും. കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു, കൊച്ചുകുട്ടികൾ ഭീകരമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെടുന്നു, ചൈൽഡ് മോളസ്റ്റേഷൻ. പോണോഗ്രാഫിയുടെ പ്രശ്നം അഡിക്ഷനാണ്. കണ്ടു തുടങ്ങിയാൽ പിന്നെ ഊരിപ്പോരാൻ പറ്റത്തില്ല. പെട്ടെന്ന് അടുത്ത സ്റ്റെപ്പിലോട്ട് ഓരോ സ്റ്റെപ്പ് വെച്ച് മേലോട്ട് കണ്ടൊന്നും പോരാ, കൂടിയ സാധനങ്ങൾ വേണം. സ്ലിപ്പറി സ്ലോപ്പ് ടു ആൻ ഒബ്സഷൻ. ഒബ്സഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒബ്സസീവ് കമ്പൾസീവ് ന്യൂറോസിസ്. അതൊന്നും ഊരിപ്പോരാൻ പറ്റത്തില്ല. കുടുംബങ്ങൾ തകരുക ചെയ്യുന്നു. 5 ഘട്ടങ്ങളായിട്ടാണ് ഈ പോൺ അഡിക്ഷൻ വരുന്നത്. ഒന്ന് തുടക്കം, അത് ഏതെങ്കിലും എവിടുന്നാണ്? സ്കൂള്, കോളേജ്, ഹോസ്റ്റല്, ബന്ധുവീടുകൾ, കുട്ടികൾ, പരിചയക്കാർ, അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ 2ാം സെക്ഷനാണ് അഡിക്ഷൻ. അത് കുറച്ചുകൂടെ അങ്ങ് കണ്ടു തുടങ്ങുമ്പോൾ ഇച്ചിരി കഴിഞ്ഞാൽ പിന്നെ ചെറുതൊന്നും പോരാ, കൂടിയ സാധനം. പിന്നെ വരുന്നത് എസ്കലേഷൻ, കൂടിയ ടോപ്പ് ലെവലിലേക്ക് പോകും. 4ാം ഘട്ടമാണ് ഡീസെൻസിറ്റൈസേഷൻ. എന്ത് കണ്ടാലും ഒരു കാര്യം. 5ാം ഘട്ടം ആക്ടിങ് ഔട്ട്. കണ്ടതൊക്കെ എവിടെയെങ്കിലും പ്രയോഗിക്കണം. എവിടെയാണ് 1ാം ഘട്ടം? 1ാം ഘട്ടം നമ്മൾ കണ്ടു. ഈ 1ാം ഘട്ടത്തിന്റെ പ്രത്യേകത, ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ എത്ര കണ്ട് ചെറുപ്പത്തിൽ ഫോൺ കാണുന്നോ അത്ര കണ്ട് പെട്ടെന്ന് അവർ ഡീസെൻസിറ്റൈസ് ആവും. ഫോണോഗ്രാഫി എത്ര കണ്ട് കുഞ്ഞുനാളിൽ തൊട്ട് കണ്ടു തുടങ്ങുന്നു. ഇപ്പം 10 വയസ്സ് തൊട്ട് ബ്ലൂ ഫിലിം കാണുന്ന ഒരു ആൺകുട്ടിക്ക് ഞാനൊരു കാര്യം പറയാം, അവനൊരു കുടുംബജീവിതം ഇല്ല. എന്തുകൊണ്ടാണ്? കല്യാണം കഴിക്കുന്ന ഒരു 25-30 വയസ്സ് പ്രായമാകുമ്പോഴത്തേക്കും അവന്റെ ലൈംഗിക ശേഷി എന്നേക്കുമായിട്ട് പോയിട്ടുണ്ടാവും. അതാണ് പിന്നെ ഒരിക്കലും അവൻ റെസിസ്റ്റന്റായി മാറി. 2ാം ഘട്ടമാണ് അഡിക്ഷൻ. സ്ഥിരമായിട്ട് കണ്ടു തുടങ്ങിയാൽ പിന്നെ അത് കാണാതിരിക്കാൻ പറ്റില്ല. ആദ്യമൊക്കെ സോഫ്റ്റ് കോർ മതി, പിന്നെ ഹാർഡ് കോർ, കൂടിയ സാധനങ്ങൾ വേണം. 3ാം ഘട്ടമാണ് എസ്കലേഷൻ. ഏറ്റവും ടോപ്പ് ലെവലിലേക്ക്, ഉയരങ്ങളിലേക്ക് പോകണം. കണ്ട സാധനങ്ങളെ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു, ഇതിനൊക്കെ കൂടിയതുണ്ട്. 4ാം ഘട്ടം ഡീസെൻസിറ്റൈസേഷൻ. അതായത് കണ്ടു മടുത്തു, എന്ത് ചവറ്, ഇനി ഇതിനേക്കാളൊക്കെ വല്ലതും വേറെ കൂടിയ സാധനം. അതായത് അവൻ എന്നെ കണ്ടാലും ഒരു ഉത്തേജനവും കിട്ടാത്ത ഒരുതരം നിർവികാരതയിലേക്ക് അവൻ മാറും, അല്ലെങ്കിൽ അവൾ മാറും. 5ാം ഘട്ടം ആക്ടിങ് ഔട്ട്. ഈ കണ്ട വൃത്തികേടൊക്കെ ഇനി എവിടെ, ആരുടെ അടുത്തൊന്ന് പ്രയോഗിക്കാം, അതിന് പറ്റിയ ഒരു ഇരയെ വേണം. അങ്ങനെയാണ് ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ അബ്ഡക്ട് ചെയ്യപ്പെട്ടുകൊണ്ട് പോകുന്നത്. കിട്ടുന്നിടത്തൊക്കെ പിള്ളേരെ പൊക്കിക്കൊണ്ടുപോയി എന്തുമാത്രം അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യും.
എന്താ റീസൺ? നിങ്ങൾ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? അയാൾ ആ പുരുഷൻ, ഈ കള്ളൻ, വൃത്തികെട്ടവൻ, ഇത് പറയുന്നതിന് മുമ്പ് ബസ്സിലും മറ്റുമൊക്കെ സ്ത്രീകളെ ദ്രോഹിക്കുന്ന ഈ പുരുഷന്മാരെ അയാൾ ആ വൃത്തികെട്ട ജന്തു എന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ചിന്തിക്കണം, എങ്ങനെ ഒരു വൃത്തികെട്ട ജന്തു ഉണ്ടായി? അതിൻ്റെ സൃഷ്ടിയാണ് പോർണോഗ്രാഫി. ഈ വൃത്തികെട്ട ജന്തുക്കളെ സൃഷ്ടിച്ചെടുത്തത് പോർണോഗ്രാഫിയാണ്. അതിൻ്റെ സ്ഥാപക പിതാവാണ് പോൺ ബ്ലൂ ഫിലിം എന്നറിയുമ്പോഴാണ് അവരെ പാവങ്ങൾ എന്ന് വിളിക്കേണ്ടി വരും. ഇതിന് പുറകിലുള്ള പൈശാചിക ഒറിജിൻ, സാത്താന്യ ഒറിജിൻ അറിയുമ്പോഴാണ്. ആരൊക്കെയാണ്? സ്വന്തം ഭാര്യയുടെ അടുത്ത് വന്ന് നോക്കും ഈ വൃത്തികേട് കാണിക്കാൻ, സ്വന്തം കൊച്ചിനെ പിടിക്കാൻ നോക്കും, സ്വന്തം അയൽവാസി, സ്വന്തം ബന്ധുക്കള്, ഓരോ കംപ്ലീറ്റ് സ്ട്രേഞ്ചർ, ആരെ കിട്ടിയാലും കയറി പിടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും ഈ ആക്ടിങ് ഔട്ട് സ്റ്റേജിലുള്ള പുരുഷന്മാർ. ഞാൻ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ദ ബയോകെമിസ്ട്രി ഓഫ് പോൺ അഡിക്ഷൻ. എന്താണ് പോണോഗ്രാഫിയുടെ ബയോകെമിസ്ട്രി? ജൈവരാസമാണ്. തലച്ചോറിൽ ഇത് ഉണ്ടാക്കുന്നത് കഞ്ചാവിനോടടുത്ത, അല്ലെങ്കിൽ കഞ്ചാവും അതിന്റെ ഡെറിവേറ്റീവ്സ് ഉണ്ടല്ലോ, ബ്രൗൺ ഷുഗർ, പിന്നെ അങ്ങനെ ചരസ്, ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒത്തിരി മയക്കുമരുന്നിന്റെ കാലഘട്ടമാണ്. ഈ നാർക്കോട്ടിക് ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ തലച്ചോറിനകത്ത് എന്ത് മാറ്റമാണോ അതേ മാറ്റമാണ് ബ്ലൂ ഫിലിം കാണുമ്പോൾ ഉണ്ടാകുന്നത്. അവിടെ ഉണ്ടാകുന്ന ഒരു രാസവസ്തുവാണ് താഴെ എഴുതിയിരിക്കുന്ന ഡോപ്പമിൻ എന്ന് പറയും. അതൊരു പ്ലഷർ കെമിക്കലാണ്, തലച്ചോറിൽ സുഖം കൊടുക്കുന്ന കെമിക്കലാണ്. നമുക്കൊരു സാധനം കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാക്കിയാൽ, ഒരു ആനന്ദം, ആ ആനന്ദം കൊടുക്കുന്ന രാസവസ്തുവിന്റെ പേരാണ് ഡോപ്പമിൻ. ബ്ലൂ ഫിലിം കാണുമ്പോഴും ഇതേ ഡോപ്പമിൻ തലച്ചോറ് സമൃദ്ധമായിട്ട് ഉൽപ്പാദിപ്പിക്കും. ഈ ഡോപ്പമിൻ തലച്ചോറിന്റെ സുഖത്തിന്റെ ഏരിയയിൽ പോയിട്ട് അവിടെ ഇങ്ങനെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ ഉത്തേജനം കിട്ടുമ്പോൾ തലച്ചോറിന് ഇങ്ങനെ ഒരു ഉന്മാദ അവസ്ഥയിലിരിക്കുക, കഞ്ചാവ് അടിച്ചിങ്ങനെ കിറങ്ങിയിരിക്കുകയില്ല, ആ അവസ്ഥയിലിരിക്കുകയാണ് ഇത് ബ്ലൂ ഫിലിം കണ്ടിട്ട്. അപ്പൊ ഈ ഉത്തേജനം, അതിനാണ് ആക്ടിവേഷൻ അഡിക്ഷൻ എന്ന് പറയും, 2 സ്റ്റേജ്. അങ്ങനെ ഈ ഡോപ്പമിൻ ഇങ്ങനെ ഈ 5 മണിക്കൂറും മറ്റും കണ്ടുകൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ, തലച്ചോറ് കണ്ടമാന അളവിൽ ഡോപ്പമിൻ ഉണ്ടാക്കും. ഡോപ്പമിൻ ഒരു പരിധി വിട്ടുണ്ടാക്കി കഴിയുമ്പോൾ തലച്ചോറ് എന്ത് ചെയ്യും? അതിനെ ബ്ലോക്ക് ചെയ്യും. ബ്ലോക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ആ സാധനം തലച്ചോറ് ഈ ഡോപ്പമിനെ സ്വീകരിക്കുന്ന റിസപ്റ്റേഴ്സ് ഉണ്ട്, ഡോപ്പമിൻ റിസപ്റ്റേഴ്സ്, അത് മുഴുവൻ കേടായി പോകും. അപ്പൊ തലച്ചോറ് എന്ത് ചെയ്യും? ഡോപ്പമിൻ ഇങ്ങനെ അധികമായിട്ട് വരുമ്പോൾ റിസപ്റ്റേഴ്സിനെ അവിടെ അങ്ങോട്ട് കട്ട് ചെയ്യും. ഡോപ്പമിൻ റിസപ്റ്റേഴ്സിനെ കട്ട് ചെയ്യുമ്പോഴും എത്ര ഡോപ്പമിൻ വന്നാലും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അകത്തോട്ട് കയറിയല്ല. അങ്ങനെ വരുമ്പോഴാണ് ഒരു കുറവ്, തലച്ചോറ് ഒരു കുറവ് ഫീൽ ചെയ്യുകയാണ്. ഈ ഞരമ്പുകളൊക്കെ അങ്ങോട്ട് ബ്ലോക്ക് ആയതോടുകൂടി കുറവ് വന്നു. കുറവ് വരുമ്പോൾ ഇവന് പോരല്ലോ, നേരത്തെ കണ്ടത്ര സുഖം ഇപ്പൊ കാണുമ്പോൾ ഇല്ലല്ലോ. അപ്പൊ പിന്നെയും കാണാനുള്ള ചിന്ത കൊടുക്കും. തലച്ചോറിന്റെ വേറൊരു സൈഡിൽ നിന്ന് ഇനിയും കാണും എന്ന് പറയുന്ന ഒരു ടെൻഡൻസി വരും. അങ്ങനെയാണ് അൾട്ടിമേറ്റ്ലി ഇതിൽ കണ്ണ് വെച്ചാൽ പിന്നെ കണ്ണെടുക്കാൻ തോന്നിയല്ല. ദാറ്റ് ഈസ് കോൾഡ് അഡിക്ഷൻ. എങ്ങനെ അഡിക്ഷൻ വരുന്നത് ഞാൻ പറഞ്ഞു. ഏറ്റവും അവസാനമായിട്ട് ഞാൻ പറയുകയാണ്, ഈ ഡോപ്പമിന്റെ ഓവർ യൂസ് തലച്ചോറിന്റെ മുൻഭാഗത്ത്, നമ്മുടെ നെറ്റി, ഇതാണ് നെറ്റി, നിങ്ങൾ കാണുന്നുള്ളൂ എൻ്റെ നെറ്റിക്ക് തൊട്ട് പുറകിരിക്കുന്ന മെയിൻ തലച്ചോറുണ്ട്. ആ മെയിൻ തലച്ചോറിനെ ചുരുക്കിക്കളയും. ഇതിന് പറയുന്ന പേരാണ് ദ ഫ്രോണ്ടൽ ലോബ്. ഈ ഫ്രോണ്ടൽ ലോബിനെ ചുരുക്കിക്കളഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാൻ പോണേ? ഈ ഫ്രോണ്ടൽ ലോബാണ് ഒരു വ്യക്തിയുടെ ചിന്ത, റീസണിങ്, കാര്യകാരണ സഹിതം റീസണിങ്, ചിന്ത, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഫ്രോണ്ടൽ ലോബാണ്. ഫ്രോണ്ടൽ ലോബ് പോയാൽ ഉണ്ടാകുന്ന രോഗമാണ് ഫ്രോണ്ടൽ ലോബ് സിൻഡ്രോം. അതായത് ഈ ഡോപ്പമിൻ ഇങ്ങനെ അടിച്ച് കയറി കുറേ കാലം കൊണ്ട് ഈ ഫ്രോണ്ടൽ ലോബ് അടിച്ചുപോയി. പിന്നെ അതും പൊത്തുവായി എന്ന് പറയല്ലേ, അതാണ് ഈ ഫ്രോണ്ടൽ ലോബ് സിൻഡ്രോം. കാണുന്ന എല്ലാത്തിനെയും കയറി പിടിച്ച് കളയും, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഫൈനലി എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇറ്റ് ഡസൻ ടേക്ക് മച്ച് ടു ബിക്കം അഡിക്റ്റഡ്. ഞാൻ ഈ ഒരു വലിയ ഭീകരമായ തിന്മ, ഇന്നത്തെ ഈ കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക്, ലൈംഗിക അരാജകത്വത്തിന്, ലൈംഗിക അധാർമികതയുടെ പിറകിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ശക്തി സാത്താനാണ്. സാത്താൻ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പോണോഗ്രാഫിയിലൂടെയാണ്. പോണോഗ്രാഫി ഈ ഇന്റർനെറ്റ് വഴി, വൈഫൈ വഴി, നമ്മുടെ ഈ ഡിവൈസസ് വഴി ലോകം മുഴുവനും എത്തിച്ചു. ലോകത്തിലെ എത്ര കോടി ജനങ്ങളെ കൊണ്ട് അവൻ വ്യഭിചാരം ചെയ്യിപ്പിച്ചു. പറയൂ നിങ്ങൾ, ബ്ലൂ ഫിലിം കാണുമ്പോൾ, ആസ്വദിക്കുമ്പോൾ നമ്മളെ വ്യഭിചാരമാണ് ചെയ്യുന്നത്. 6-9 പ്രമാണങ്ങൾ ഓപ്പണായിട്ട് ലംഘിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഫോൺ കാണാത്ത എത്ര പേരുണ്ട്? ചെറുതു തൊട്ട് വലുതു വരെ മൊബൈൽ ഫോൺ കയ്യിലുണ്ട്, നെറ്റ് കയ്യിൽ, ഇന്റർനെറ്റ് ഉണ്ട്, സ്മാർട്ട് ഫോൺ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് കാണാം. അത്രയും ഭീകരമായ അവസ്ഥയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ദൈവം ഒതുകിയോടെ കാക്കുകയാണ് പോൺ രഹിത ലോകത്തിന് വേണ്ടി. കുട്ടികൾ പോലും സേഫ് അല്ല പോണോഗ്രാഫിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും. ചെറിയ കുട്ടികൾ പോലും. അശ്ലീല ചിത്രങ്ങൾ നമ്മൾ മതിയാക്കണം. കുടുംബജീവിതത്തിലെ താളപ്പിഴകൾ പരിഹരിക്കണമെങ്കിൽ പോൺ വീഡിയോകൾ കാണുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ഗവേഷകർ പറയുന്നു. സോ ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ യുദ്ധം തുടരണം. എവിടെയാണ്? കോമ്പാറ്റിംഗ് ദ ഹാംസ് ബ്രോട്ട് അബൌട്ട് ബൈ പോണോഗ്രാഫി. ഞാൻ യുദ്ധം എന്ന് വാക്ക് പറയുമ്പോൾ എന്നിലെ ഒരു പട്ടാളക്കാരൻ ഉണരുകയാണ്. ഞാനൊരു എക്സ് മിലിറ്ററിയാണ്. 2 വർഷം ഇന്ത്യൻ പട്ടാളത്തിൽ ഡോക്ടറായിട്ട് ഞാൻ സർവ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ നാവികസേന, ഇന്ത്യൻ നേവൽ ഫോഴ്സ്, ഇന്ത്യൻ നേവിയുടെ ഒരു യുദ്ധക്കപ്പലിൽ ഡോക്ടറായിരുന്നു ഞാൻ 2 വർഷം, 95 മുതൽ 97 വരെ.
ഞാൻ പിന്നെ എൻ്റെ കമ്മീഷനൊക്കെ റിസൈൻ ചെയ്ത് തിരിച്ചു പോരുക ചെയ്തത്. ഞാനൊരു യുദ്ധം, ഞാൻ പറയുകയാണ്, ഒരു യുദ്ധം നമ്മൾ ഇതിനെതിരെ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. യു ഷുഡ് ഡിക്ലെയർ എ വാർ അഗൈൻസ്റ്റ് പോണോഗ്രാഫി ഇൻ ദ ഫാമിലി. കുടുംബത്തിനകത്ത്, കുടുംബത്തിലെ ഒരംഗം പോലും ഫോൺ കാണാൻ സാധ്യതയില്ല. അതിനുള്ള വഴികൾ നമ്മൾ ഒരുക്കാതെ ചെയ്യുക. സോ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് മൈ പ്രസന്റേഷൻസ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ സ്ക്രീൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യട്ടെ. ഞാൻ അവസാന ഭാഗത്തേക്ക് വരികയാണ്. എനിക്ക് പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നിൽക്കാൻ പറ്റത്തില്ല. പേഷ്യൻസ് അക്ഷമരായി തുടങ്ങി. അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. എനിക്ക് ഇത്രയും നിങ്ങളോട് പറയാനുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കിടപ്പറ, ദാമ്പത്യ വിശുദ്ധി, അതിവിശുദ്ധി, അതിന് യാതൊരു കോംപ്രമൈസും ഇല്ല. നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ പിന്നീട് സമയം തരാൻ കേട്ടോ. നിങ്ങൾക്ക് എപ്പം വേണമെങ്കിൽ എന്നെ വിളിക്കാൻ, നിങ്ങൾക്ക് സിസ്റ്റർക്ക് അയച്ചു കൊടുത്താൽ മതി. തീർച്ചയായിട്ടും ഞാൻ മറുപടി പിന്നീട് തരാം. അത് നിങ്ങൾക്ക് എന്നെ പേഴ്സണലായിട്ട് വിളിക്കാം. ഫോണിൽ 7:30-8 മണിക്ക് ശേഷം വിളിച്ചോളൂ. ഞാൻ പ്രാർത്ഥന അല്ലെങ്കിൽ ഞാൻ ഫോൺ എടുക്കും. പ്രാർത്ഥനയാണ് ഞാൻ തിരിച്ചു വിളിക്കും. നിങ്ങളെ ഞാൻ തിരിച്ചു വിളിക്കും, പ്രശ്നമില്ല. നിങ്ങളുടെ സംശയമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു വിളിക്കും. മോർണിംഗ് അവേഴ്സിൽ ഞാൻ പൊതുവെ ഫ്രീ ആണ്. പേഷ്യൻസിന് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം മുകളിൽ സംസാരിക്കാം. കാരണം ഇന്നിപ്പം നമുക്ക് സമയമില്ല. ഒത്തിരി പേഷ്യൻസ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ വേറൊന്നും നോക്കണ്ട. നമ്മുടെ കിടപ്പറ പരിശുദ്ധമാവണം. നമ്മുടെ ദാമ്പത്യ മേഖല, കോൺട്രാസെപ്ഷനെ പറ്റി ഞാൻ പറഞ്ഞു, ചുരുക്കിയെ പറഞ്ഞു. നാളെ അതിനെപ്പറ്റി ഫിൻഡോ കൂടുതലായിട്ട് പറയും. കിടപ്പറ വിശുദ്ധിയെ പറ്റി പറഞ്ഞു. നമ്മുടെ വസ്ത്രധാരണത്തെ പറ്റി ചുരുക്കി പറഞ്ഞു. നമ്മുടെ മനോഭാവം, ചിന്തയിലും കാഴ്ചയിലും സ്പർശനത്തിലും നമ്മൾ എന്താ പറയണ്ടേ, വിശുദ്ധി മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് വിശുദ്ധരായ മക്കൾ ജനിക്കണമെങ്കിൽ, വിശുദ്ധരായ വൈദികരുണ്ടാകണമെങ്കിൽ വിശുദ്ധരായ മക്കൾ വേണം. വിശുദ്ധരായ മക്കൾ എവിടുന്നാ വരുന്നേ? വിശുദ്ധരായ മാതാപിതാക്കളിൽ നിന്ന്. വിശുദ്ധരായ മാതാപിതാക്കൾ എന്ത് ചെയ്യുമ്പോഴാണ്? വിശുദ്ധിയിൽ, ഞാൻ പറയുന്നു അതിവിശുദ്ധിയിൽ, ഈ കൂദാശ അർപ്പിക്കുമ്പോഴാണ് വിശുദ്ധരായ മക്കൾ ജനിക്കുക. ഇല്ലെങ്കിൽ കൂദാശയ്ക്ക് പകരം വ്യഭിചാരമാണ് അവിടെ നടക്കുന്നതെങ്കിൽ മക്കൾ ജനിക്കുമായിരിക്കാം. പക്ഷെ അതിന്റെ ഫലം, വിത്ത് ഗുണം 10 ഗുണം എന്ന് പറയുകയല്ലേ, വ്യഭിചാരത്തിന്റെ വിത്താണ് അവിടെ വിതയ്ക്കപ്പെടുന്നതെങ്കിൽ അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന വിത്തിനെ നോക്കിയാൽ നമുക്കറിയാം വിതച്ച വിത്ത് യഥാർത്ഥത്തിലുള്ള കൗദാശിക വിത്താണോ വ്യഭിചാര വിത്താണോ എന്ന്. ഓർത്തിട്ട് ആരും നൊമ്പരപ്പെട്ടിട്ട് കാര്യമില്ല. മേയാ കുൾപ്പ, ഞാൻ പിഴയാളി, ഞാൻ പിഴയാളി, അത് പറഞ്ഞോളൂ. എനിക്ക് നിങ്ങൾ ആരെയും ഞാൻ കുറ്റപ്പെടുന്നില്ല, ആരെയും ഞാൻ അറിയില്ല. ഞാൻ തന്നെയാണ് മേയാ കുൾപ്പ പറഞ്ഞ് ഞാൻ പിഴയാളി. അറിയത്തില്ല